ഹലോ എവ്രി വൺ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളങ്ങനെ വിജയകരമായി നമ്മുടെ +1 ഫോക്കസ് ഏരിയ ബേസ്ഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സിന്റെ ഡിസ്കഷൻസ് ആണ് നമ്മൾ ഈ ചാനലിലൂടെ കുറച്ച് ദിവസങ്ങളായി ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മുടെ +1ലെ മെയിൻ ആയിട്ടുള്ള ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് അല്ലെ, ഈ 3 സബ്ജക്ട്സിന്റെയും ഓരോരോ ചാപ്റ്റർ വീതം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ ഫിസിക്സിലെ ബെർണോളിസ് തിയറം എന്ന് പറഞ്ഞു അല്ലെ, 5 മാർക്കിന്റെ ഉറപ്പ് ക്വസ്റ്റ്യൻ ആയിരുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തത്. എല്ലാവരും ആ വീഡിയോ കാണുക. ഇനിയും കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആ വീഡിയോ തീർച്ചയായും കാണുക. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം, ആ വീഡിയോ കണ്ട് മനസ്സിലാക്കി പഠിക്കുക. 5 മാർക്ക് ഉറപ്പാണ്. ആദ്യമായിട്ടാണ് ഈ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടിയും ഷെയർ ചെയ്യുക. ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട്, നമ്മൾ അതിൽ ഡിസ്കഷൻസ് ഉണ്ട്. അതായത് ഈ ചാപ്റ്റർ ബേസ്ഡ് ആയിട്ടുള്ള ഫിസിക്സ് ഫോക്കസ് ഏരിയ ബേസ്ഡ് ആയിട്ടുള്ള +1കാർക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിന്റെ ലിങ്കും ഞാൻ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പഠിക്കാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, അതിൽ തീർച്ചയായും ജോയിൻ ചെയ്യുക. നമ്മൾ നല്ലൊരു മാർക്കോടെ എന്ത് ചെയ്യുന്നതായിരിക്കും, പാസ് ഔട്ട് ആവുന്നതായിരിക്കും. അപ്പൊ നമുക്ക് കൂടുതലായിട്ടൊന്നും പറയണ്ട, നേരെ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്നത്തെ ചാപ്റ്റർ ആണ് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ അല്ലെ. എല്ലാവർക്കും ഭയങ്കര ടഫ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് എന്ത്, സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ. ഞാൻ +1 പഠിച്ച സമയത്ത് എനിക്കും ഇത് ഇഷ്ടമില്ലാത്ത ചാപ്റ്റർ ആയിരുന്നു. ഇതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ അത് മനസ്സിലാക്കി പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ അതിന്റെ ടേംസും അതിന്റെ തുടക്കം തൊട്ടൊന്നും അറിയത്തില്ലായിരുന്നു. നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക, വായിച്ചു വിട്ട് അങ്ങനെ പോവായിരുന്നു. പക്ഷെ അതൊന്നുമില്ല, നമുക്ക് ഈ ചാപ്റ്റർ പാടാണെങ്കിൽ പോലും ഈ വീഡിയോ ഫുൾ ആയിട്ട് സ്കിപ്പ് ചെയ്യാതെ ഇത് കണ്ടാൽ മതി. ഞാൻ ഇതിനെ എന്താക്കി തരാം, എളുപ്പമാക്കി തരാം. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുക, നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കറക്റ്റ് ആയിട്ട് ഫുൾ ആയിട്ട് കാണുക. ഞാൻ നന്നായിട്ട് മനസ്സിലാക്കി തരാം. പിന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ, ഇതില് ഞാൻ പഠിപ്പിക്കുമ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലായിരിക്കും പഠിപ്പിക്കുന്നത്. അതായത് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരാം, ഏത് രീതിയിലൊക്കെ ക്വസ്റ്റ്യൻ വരാം, ആ രീതിയിലായിരിക്കും പഠിപ്പിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താ, ഡീപ്പ് ആയിട്ട് ഞാൻ പോകുന്നില്ല. ഇതൊരു ജസ്റ്റ് റിവിഷൻ ക്ലാസ് മാത്രമാണ് അല്ലെ, റിവിഷൻ ക്ലാസ് മാത്രമാണുള്ളത്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്ന, ഒരു സബ്ജക്റ്റിനെ അങ്ങ് ഡീപ്പ് ആയിട്ട് പോകുന്നില്ല. അപ്പൊ ഒരു കാര്യം പറഞ്ഞാൽ അതിൽ എക്സാമിൽ എങ്ങനെ ക്വസ്റ്റ്യൻ വരാം ആ രീതിക്ക് മാത്രമേ ഉള്ളൂ പറയുന്നുള്ളൂ, ഡീപ്പ് ആയിട്ട് പോകുന്നില്ല. ഓക്കെ, നമുക്കപ്പോ നമ്മുടെ ചാപ്റ്ററിലേക്ക് കടക്കാം. സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ. നമ്മൾ ആദ്യം പഠിക്കാൻ വേണ്ടി പോകുന്നത് കമ്പാരിസൺ ബിറ്റ്വീൻ ലീനിയർ മോഷൻ ആൻഡ് റൊട്ടേഷണൽ മോഷൻ. ഇവിടുന്ന് ഉറപ്പാ മക്കളെ, ഒരു ക്വസ്റ്റ്യൻ 1 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ഇതിന്റെ അകത്തുനിന്ന് ചോദിക്കും. ആ ക്വസ്റ്റ്യനും കൂടെ ഞാൻ എങ്ങനെയാ വരുന്നത് എന്ന് കൂടെ പറഞ്ഞുതരാം. അപ്പൊ ശ്രദ്ധിച്ചു കേട്ടോ. ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടി പോകുന്നത് എങ്ങനെയാ, വാട്ട് ഈസ് ദ റൊട്ടേഷണൽ അനലോഗ് ഓഫ് ഫോഴ്സ്? ഫോഴ്സിന്റെ റൊട്ടേഷണൽ അനലോഗ് ഏത്? അല്ലെങ്കിൽ ചോദിക്കാം, വാട്ട് ഈസ് ദ റൊട്ടേഷണൽ അനലോഗ് ഓഫ് മാസ്? മാസിന്റെ റൊട്ടേഷണൽ അനലോഗ് ഏത്? മനസ്സിലായല്ലോ. വാട്ട് ഈസ് ദ റൊട്ടേഷണൽ അനലോഗ് ഓഫ് ലീനിയർ മൊമെന്റം? ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അല്ലെങ്കിൽ ചോദിക്കാം, ഡാഷ് ഈസ് ദ റൊട്ടേഷണൽ അനലോഗ് ഓഫ് ഫോഴ്സ്. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ടോർക്ക് ഈസ് ദ റൊട്ടേഷണൽ അനലോഗ് ഓഫ് ഡാഷ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ചോദിക്കാം. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കും ഈ ഇപ്പൊ പഠിപ്പിക്കാൻ പോകുന്ന പാർട്സിൽ നിന്ന് ചോദിക്കുന്നത്. സിമ്പിൾ ആയിട്ട് നമുക്ക് മാർക്ക് മേടിക്കാം. ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, എന്റെ കൂടെ നോട്ട് എഴുതിയെടുക്കുക കേട്ടോ. പഠിപ്പിക്കുന്നതിനൊപ്പം തന്നെ നോട്ട് എഴുതിയെടുക്കുക. ആദ്യത്തെ ടേം എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും പഠിക്കാവുന്ന സാധനമാണ് എന്ത്, ഡിസ്പ്ലേസ്മെന്റ്. ലീനിയർ മോഷനിൽ ആദ്യം നമ്മൾ എഴുതാൻ പോകുന്ന ഏതാണ്, ഡിസ്പ്ലേസ്മെന്റ്. എന്താണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് നോക്കാം. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നൊന്നും നമ്മൾ പറയുന്നില്ല, എക്സാം പോയിന്റിൽ മാത്രമേ പറയുന്നുള്ളൂ. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ സാറിന് കൊടുക്കുന്ന ലെറ്റർ എന്ന് പറഞ്ഞാൽ എസ് ആ, ഇതല്ലേ ഡിസ്പ്ലേസ്മെന്റ്. ഈ ഡിസ്പ്ലേസ്മെന്റ് റൊട്ടേഷണൽ മോഷനിലാണെങ്കിൽ, റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, കറങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ, റൊട്ടേഷണൽ മോഷനിലേക്ക് ഇതിനെ കൊണ്ടുവരുമ്പോൾ എന്ത് വരും, എക്സ്ട്രാ ഒരു സാധനം കൂടെ കയറി വരും, ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റിന്റെ പേര് എന്തായിട്ട് മാറും, ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്. മനസ്സിലായല്ലോ, ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്. എസ് എന്നുള്ളതാണ് ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ കൊടുക്കുന്ന ലെറ്റർ ഏതാ, എസ് അല്ല, ആംഗുലാർ വരുന്നതുകൊണ്ട് എന്താവും, തീറ്റ ആവും. ഇനി അടുത്ത കമ്പോണന്റ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് കഴിഞ്ഞു ഉടനെ ഡിസ്പ്ലേസ്മെന്റ് കഴിഞ്ഞാൽ ആരാ, വെലോസിറ്റി അല്ലെ. അപ്പം ലീനിയർ മോഷനിൽ നമ്മൾ എന്ത് വിളിക്കും, വെലോസിറ്റി എന്ന് പറയും, വി എന്ന് വിളിക്കും. വെലോസിറ്റിക്ക് ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, എന്താ, ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം, എസ് ബൈ ടി. എസ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം. അതേ സാധനം തന്നെ അത് റൊട്ടേഷനിലേക്ക് വരുമ്പോൾ എന്താവും, നേരത്തെ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ആയിരുന്നു. അപ്പൊ ഇവിടെ എന്തായിരിക്കും, ആംഗുലാർ വെലോസിറ്റി. നമ്മൾ ഇവിടെ എന്ത് പറയും, ആംഗുലാർ വെലോസിറ്റി. ഇതിനെ റെപ്രസെന്റേറ്റ് ചെയ്യുന്നത് ഒമേഗ. എന്താ പറയുന്നത്, ഡബ്ല്യു അല്ല ഇത്, എന്താണ്, ഒമേഗ. അപ്പം വെലോസിറ്റിനെ ലീനിയർ വെലോസിറ്റി എന്ന് പറയും. റൊട്ടേഷനിലേക്ക് വരുമ്പോൾ എന്താവും, ആംഗുലാർ വെലോസിറ്റി. ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. ഇവിടെ ഡിസ്പ്ലേസ്മെന്റിന് പറയുന്നത് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് അല്ലേ. അപ്പം ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം.
ഇത്ര വ്യത്യാസമേ ഉള്ളൂ. സിമ്പിൾ അല്ലേ? ഡിസ്പ്ലേസ്മെന്റ് പുറത്ത് എന്താ? ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്. വെലോസിറ്റി ഇവിടെ ഏതാ? ആംഗുലാർ വെലോസിറ്റി. ഇനി നമ്മുടെ അടുത്ത ടേം ഏതായിരിക്കും? ഡിസ്പ്ലേസ്മെന്റും കഴിഞ്ഞു, വെലോസിറ്റിയും കഴിഞ്ഞു. അടുത്ത ഏതാ? ആക്സിലറേഷൻ. അടുത്ത ഏതാണ്? ആക്സിലറേഷൻ. ആക്സിലറേഷൻ എന്ന് പറയുന്നു, നമ്മൾ എന്ത് പറയും? ആക്സിലറേഷൻ നമ്മൾ സാധാരണ എടുക്കുന്ന ലെറ്റർ ഏതാ? എ. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വെലോസിറ്റി ബൈ ടൈം. നമ്മൾ പഠിച്ചിട്ടുണ്ട് രണ്ടാമത്തെ ചാപ്റ്റർ. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ബൈ ടൈം. പക്ഷെ അത് ഇങ്ങോട്ട് വരുമ്പോ എന്താവും? ആംഗുലാർ ആക്സിലറേഷൻ എന്നാവും. എന്താവും? ആംഗുലാർ ആക്സിലറേഷൻ. ആംഗുലാർ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എ അല്ല, അവിടെ എന്താകും? ആൽഫയാകും. എന്താകും? ആൽഫ. കണ്ടോ? ഇവിടെ എ എന്നായിരുന്നു, നമ്മൾ അത് ആംഗുലാറിൽ വരുമ്പോ എന്താവും? അല്ലെങ്കിൽ റൊട്ടേഷനിൽ വരുമ്പോ എന്താവും? ആൽഫ. ഇവിടെ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ബൈ ടൈം. അപ്പൊ ഇപ്പുറത്ത് എന്തായാലും ആംഗുലാർ വെലോസിറ്റി ബൈ ടൈം. ആംഗുലാർ വെലോസിറ്റി എന്താ? ഒമേഗ ഡിവൈഡഡ് ബൈ. മനസ്സിലായാലോ? ഇതാണ് നമ്മുടെ ആംഗുലാർ ആക്സിലറേഷൻ. ഇനി ഇതിനെ ചെറുതാക്കി എടുക്കുകയാണെങ്കിൽ, അതായത് സ്മോൾ ക്വാണ്ടിറ്റി എടുക്കുന്നതെങ്കിൽ ഡി ആൽഫ എന്ന് പറയും. ഡി ആൽഫ എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഡി ഒമേഗ ബൈ ഡി ടി. അതായത് ചെറിയ ടൈം ആ കൺസിഡർ ചെയ്യുന്നത്, ചെറിയ ചേഞ്ച്. അതാണ് ഡി ആൽഫ ഡി ഒമേഗ ബൈ ഡി ടി. എല്ലായിടത്തും ഒരു ഡി ഇട്ട് കൊടുത്തു. ഇനി അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് കഴിഞ്ഞു, വെലോസിറ്റി കഴിഞ്ഞു, ആക്സിലറേഷൻ കഴിഞ്ഞു. ഇനി അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്, ശ്രദ്ധിച്ചു, മാസ്. മാസിനെ നമ്മൾ എന്ത് വിളിക്കും? എം എന്ന് വിളിക്കും അല്ലെ? മാസിനെ എം ലീനിയർ മോഷനിൽ, പക്ഷേ അത് റൊട്ടേഷണൽ മോഷനിൽ വരുമ്പോൾ ശ്രദ്ധിക്കണം. റൊട്ടേഷണൽ മോഷനിൽ വരുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണെന്ത്? ഇപ്പൊ ചോദിക്കാം, റൊട്ടേഷണൽ അനലോഗ് ഓഫ് മാസ് എന്ന് ചോദിക്കാം. റൊട്ടേഷണൽ അനലോഗ് ഓഫ് മാസ് എന്ന് ചോദിച്ചാൽ എന്താ? മൊമെന്റ് ഓഫ് ഇനേർഷ്യ. എന്താ പറയുന്നത്? മൊമെന്റ് ഓഫ് ഇനേർഷ്യ. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, ഇപ്പൊ എഴുതിയിരിക്കുന്നത് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ത് പറയും? ഐ എന്ന് പറയും. മനസ്സിലായല്ലോ? അപ്പൊ മാസ് എം ആണ്, അതിന്റെ റൊട്ടേഷണൽ അനലോഗ് ഏതാ? ഇനേർഷ്യ, മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഐ. ചോദിക്കാം, വാട്ട് ഈസ് ദ റൊട്ടേഷണൽ അനലോഗ് ഓഫ് മാസ്? എന്താ? മൊമെന്റ് ഓഫ് ഇനേർഷ്യ. അപ്പം ഡിസ്പ്ലേസ്മെന്റ് കഴിഞ്ഞു, വെലോസിറ്റി കഴിഞ്ഞു, ആക്സിലറേഷൻ കഴിഞ്ഞു, മാസ് കഴിഞ്ഞു. അടുത്ത ഏതാ? നമ്മുടെ ഫോഴ്സ്. ഫോഴ്സ് എഫ് എന്ന് വിളിക്കും. ഈ ഫോഴ്സ് എഫിന് നമ്മൾ ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ എന്ന് പറഞ്ഞ ഒരു സാധനം പഠിക്കുന്നുണ്ട്. അതിനകത്ത് നമ്മളൊരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യും. എഫ് ഈസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി. അതായത് പി എന്ന് പറഞ്ഞാൽ മൊമെന്റം, മൊമെന്റത്തിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഇതൊന്ന് ഓർത്ത് വെച്ചേക്കണേ, കാരണം ഈ പ്രൂഫ് നമുക്ക് എന്താ എക്സാമിന് ചോദിക്കാം. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ, നിങ്ങളുടെ ആ ചാപ്റ്ററിൽ നിന്ന് അഞ്ചാമത്തെ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത് ന്യൂട്ടൺ ഫസ്റ്റ് ലോയും തേർഡ് ലോയും പറഞ്ഞിട്ടില്ല. ഡയറക്റ്റ് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താ? ന്യൂട്ടൺ സെക്കൻഡ് ലോയാ. അതിന്റെ അർത്ഥം എന്താ? ന്യൂട്ടൺ സെക്കൻഡ് ലോ എഴുതാൻ ചോദിക്കും, അതിൽ നിന്ന് മൊമെന്റത്തിന് അല്ലെങ്കിൽ ഫോഴ്സിന് ഇക്വേഷൻ ഡെറൈവ് ചെയ്യാൻ ചോദിക്കും. ഉറപ്പാ? വെച്ചോ. എഫ് ഈസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി. അപ്പൊ ഫോഴ്സ് എന്ത് കിട്ടി? എഫ് ഈസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി. അതേ സാധനം തന്നെ റൊട്ടേഷനിലേക്ക് വരുമ്പോ എന്താകും? ഫോഴ്സ് എന്നുള്ള സാധനം റൊട്ടേഷനിൽ വരുമ്പോ എന്താകും? മൊമെന്റ് ഓഫ് ഫോഴ്സ്. എന്ത് വിളിക്കും? മൊമെന്റ് ഓഫ് ഫോഴ്സ് എന്ന് പറയാം. അല്ലെങ്കിൽ ഇതിനെ വിളിക്കുന്ന വേറെ പേരാണ് ടോർക്ക് എന്ന് പറയുന്നത്. ടോർക്ക്, മൊമെന്റ് ഓഫ് ഫോഴ്സ്, അല്ലെങ്കിൽ എന്താ വിളിക്കുന്നത്? ടോർക്ക്. അപ്പൊ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ടോ. കേട്ടോ, ഇതിനെ വായിക്കുന്നത് മൊമെന്റ് ഓഫ് ഫോഴ്സ്, അല്ലെങ്കിൽ എന്താ? ടോർക്ക്, അല്ലെങ്കിൽ ടോ എന്ന് വിളിക്കും. മനസ്സിലായല്ലോ? അപ്പം മൊമെന്റ് ഓഫ് ഫോഴ്സ് ഓർ ടോർക്ക്, ടോ. എഫ് ഈസ് ഈക്വൽ ടു എന്താണ്? ഡി പി ബൈ ഡി ടി ആണ്. അതേപോലെ തന്നെ ഇവിടെ മൊമെന്റ് ഓഫ് ഫോഴ്സ് അല്ലെങ്കിൽ ടോർക്ക്. അപ്പൊ ടോയ്ക്ക് ഒരു ഇക്വേഷൻ വേണമല്ലോ. നേരത്തെ ഡി പി ബൈ ഡി ടി എന്നായിരുന്നു, അതായത് മൊമെന്റത്തിനെ ടൈം ഉണ്ട്. അപ്പൊ ഇവിടെ എന്തായിരിക്കും? ലീനിയർ മൊമെന്റം ആയിരുന്നു ഇവിടെ. അത് ഇപ്പുറത്തോട്ട് വരുമ്പോൾ എന്താവും? ആംഗുലാർ മൊമെന്റം. ആംഗുലാർ മൊമെന്റത്തിന് നമ്മൾ വിളിക്കുന്ന ലെറ്റർ ഏതാ? എൽ ബൈ ടി. അതും കൂടെ നമുക്ക് എഴുതിയേക്കാം. ഓക്കെ, അപ്പൊ ഇത് ചെറുതായതുകൊണ്ട് നമ്മൾ എന്തെടുക്കും? ഡി എൽ ബൈ ഡി ടി. മനസ്സിലായല്ലോ? അപ്പൊ മൊമെന്റ് ഓഫ് ഫോഴ്സ് ടോർക്ക് എന്ന് പറഞ്ഞാൽ ടോ ഈസ് ഈക്വൽ ടു എന്താണ്? ഡി എൽ ബൈ ഡി ടി. അപ്പൊ ഇനി അടുത്ത മൊമെന്റം കൂടെ എടുത്തേക്കാം. ഇവിടെ ലീനിയർ മൊമെന്റം. ലീനിയർ മൊമെന്റം എന്ന് പറഞ്ഞാൽ ഏതാ ലെറ്റർ? പി. ലീനിയർ മൊമെന്റം ഏതാ? പി. ഇത് ഈ പി തന്നെയാണ്. ഈ പി എ. പിയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു വെലോസിറ്റി. മാസ് ഇൻറ്റു വെലോസിറ്റി. ലീനിയർ മൊമെന്റം അതേ സാധനം തന്നെ റൊട്ടേഷനിലേക്ക് വരുമ്പോൾ എന്താകും? ആംഗുലാർ മൊമെന്റം. എന്താവും? ആംഗുലാർ മൊമെന്റം. ഓക്കെ, ആംഗുലാർ മൊമെന്റം എന്താ? ലെറ്റർ എൽ. നോക്കിയേ, അതിന്റെ ഇക്വേഷൻ എന്നാവും? ഇവിടെ പി ഈസ് ഈക്വൽ ടു എം വി എന്നായിരുന്നു, മാസ് ഇൻറ്റു വെലോസിറ്റി. ഇവിടെ നോക്കിയേ, പിക്ക് വരെ എന്തായി? ആംഗുലാർ മൊമെന്റം ആയില്ലേ? എൽ. അപ്പം പി എന്ന് പറഞ്ഞാൽ ലീനിയർ മൊമെന്റം, എൽ എന്ന് പറഞ്ഞാൽ ആംഗുലാർ മൊമെന്റം. മാസിന് വരെ അപ്പൊ എന്താകും? മാസിന് വരെ നമ്മൾ ഇവിടെ പഠിച്ചു എന്താ? മാസിന്റെ നേരെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ. അപ്പം ഐ ഇവിടെ ഇൻറ്റു വി ആ വെലോസിറ്റി. ഇവിടെ വെലോസിറ്റിക്ക് വരെ ഏതാ? ഒമേഗ. അപ്പൊ എൽ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാൻ പറ്റും? എൽ ഈസ് ഈക്വൽ ടു ഐ ഒമേഗ എന്നൂടെ എഴുതാൻ പറ്റും. ഇതാണ് നമുക്ക് മെയിൻ ആയിട്ട് ഓർത്തിരിക്കേണ്ട എന്ത്? ലീനിയർ മോഷനും അതേപോലെ എന്നതാ റൊട്ടേഷണൽ മോഷനും തമ്മിലുള്ള ഡിഫറൻസ് ഓർത്തിരിക്കേണ്ടത്. 3 2 6 റിലേഷൻസ് പഠിക്കണം. അതിൽ മെയിൻ ആയിട്ട് ഓർത്തിരിക്കേണ്ട അവസാനത്തെ 3 ഉണ്ടോ? അതിലും മെയിൻ ആയിട്ട് ഓർത്തിരിക്കേണ്ട ഏതാ? 4ാമത്തെയും 5ാമത്തെയും. ഓർത്തെ പറഞ്ഞ ഡിസ്പ്ലേസ്മെന്റ് ഇപ്പുറത്തെ ഏതാ? ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി, ആംഗുലാർ വെലോസിറ്റി, ഒമേഗ. പിന്നെ ആക്സിലറേഷൻ, ലീനിയർ ആക്സിലറേഷൻ. അപ്പുറത്ത് വരുമ്പോൾ എന്താവും? ആംഗുലാർ ആക്സിലറേഷൻ ആൽഫ.
ഇവിടെ മാസിന്റെ ഏതായിരുന്നു മൊമെന്റ് ഓഫ് ഇനേഷ്യ, ഫോഴ്സ് ആണെങ്കിൽ ഏതാ മൊമെന്റ് ഓഫ് ഫോഴ്സ് അല്ലെങ്കിൽ ടോർക്ക്, ലീനിയർ മൊമെന്റം ആണെങ്കിൽ ഏതാ ആംഗുലാർ മൊമെന്റം. അപ്പൊ ഇത്രയും കാര്യം മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഇതിന്റെ ബാക്കിയായിട്ട് പഠിക്കാം. അടുത്ത് പഠിക്കാൻ വേണ്ടി പോകുന്നത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ, അതായത് ടേംസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ഇപ്പൊ നമ്മൾ പഠിച്ചു വെലോസിറ്റി എന്ന് പറയുമ്പോൾ ലീനിയർ വെലോസിറ്റി പറയാം, ആംഗുലാർ വെലോസിറ്റി പറയാം. മൊമെന്റ് എന്ന് പറഞ്ഞാൽ ലീനിയർ മൊമെന്റം പറയാം, ആംഗുലാർ മൊമെന്റം പറയാം. ഇങ്ങനെ നമ്മൾ 3 റിലേഷൻഷിപ്പ് മെയിൻ ആയിട്ട് നമ്മൾ പഠിക്കുന്ന ഏതൊക്കെയാ 3 റിലേഷൻഷിപ്പ് ഉണ്ട്. ജസ്റ്റ് ഇക്വേഷൻ മാത്രം അറിയുക, അത് മാത്രം പരീക്ഷയ്ക്ക് ചോദിച്ചാൽ മതി. ചോദിച്ചിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻസ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ ചോദിച്ചിട്ടുണ്ട്, ലീനിയർ വെലോസിറ്റിയും ആംഗുലാർ വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ 1 മാർക്കിന് MCQ ക്വസ്റ്റ്യൻ ആയിരുന്നു. 4 ഓപ്ഷന് തന്നിട്ടുണ്ട്. 4 ഓപ്ഷനിൽ കണ്ടും ആംഗുലാർ മൊമെന്റും അതും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. നോക്കിയേ, ലീനിയർ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ സാധാ വെലോസിറ്റി, ഏതാണ് നമ്മൾ ലെറ്റർ കൊടുക്കുന്നത് V. ആംഗുലാർ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് ഒമേഗ. അപ്പം VY ഒമേഗ V. ഇനി ഇത് തമ്മിലുള്ളത് എങ്ങനെയായിരുന്നു? ഇനി ഇത് തമ്മിലുള്ള റിലേഷൻ ആണ് നമുക്ക് അറിയേണ്ടത്. V is equal to, ശ്രദ്ധിച്ചോണം. അപ്പൊ ഞാൻ ആദ്യം ലീനിയർ വെലോസിറ്റി എഴുതി. നോക്കിയേ, ലീനിയർ വെലോസിറ്റി is equal to ഒമേഗ into R. വെക്ടർ ആയതുകൊണ്ട് എന്ത് ചെയ്യും? വെക്ടർ V is equal to വെക്ടർ ഒമേഗ ക്രോസ് വെക്ടർ R. ഇതെന്താണ്? വെക്ടർ പ്രോഡക്റ്റ് ആണ് അല്ലെ, വെക്ടർ ക്വാണ്ടിറ്റീസ് ആണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, എല്ലാം ഞാൻ വെക്ടറിൽ എഴുതിയത്. അപ്പം V എന്ന് പറഞ്ഞാൽ എന്താ ലീനിയർ വെലോസിറ്റി, ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താ ആംഗുലാർ വെലോസിറ്റി, R എന്ന് പറഞ്ഞാൽ എന്താ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ പൊസിഷൻ വെക്ടർ എന്നൊക്കെയാണ് പറയുന്നത്. അതൊന്നും നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഓർത്തിരിക്കുക, V is equal to എന്താണ് ഒമേഗ into R. ചോദിക്കുവാണെങ്കിൽ ഈ സാധനം മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ. ഇത് തമ്മിലുള്ള റിലേഷൻ ഇതേ ഉള്ളൂ, ഇങ്ങനെ ചോദിക്കത്തുള്ളൂ. മനസ്സിലായല്ലോ. ഇനി അടുത്തറിയേണ്ടത് ലീനിയർ മൊമെന്റവും ആംഗുലാർ മൊമെന്റവും തമ്മിലുള്ള റിലേഷൻ. ലീനിയർ മൊമെന്റം എന്ന് പറഞ്ഞാൽ ഏതാ P ആണ്, ആംഗുലാർ മൊമെന്റം എന്ന് പറഞ്ഞാൽ ഏതാ L ആണ്. അപ്പൊ ഇത് തമ്മിലുള്ള റിലേഷൻ ഇപ്പൊ ഓർത്ത് വെക്കുക. വെക്ടർ L എന്ന് പറഞ്ഞാൽ ആംഗുലാർ മൊമെന്റം which is equal to വെക്ടർ R ക്രോസ് P. വെക്ടർ R ക്രോസ് P. കണ്ടോ, ലീനിയർ ആംഗുലാർ മൊമെന്റം എന്ന് പറഞ്ഞാൽ എന്തിനോട് ഈക്വലാ? ആംഗുലാർ മൊമെന്റം എന്ന് പറഞ്ഞാൽ R ക്രോസ് P. R എന്ന് പറഞ്ഞാൽ എന്താണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് പൊസിഷൻ വെക്ടർ ക്രോസ് P. P എന്ന് പറഞ്ഞാൽ എന്താണ് ലീനിയർ മൊമെന്റം. മനസ്സിലായാലോ? ഈ റിലേഷൻ രണ്ടും 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്ന ഈ ബോക്സിനകത്ത് ഇട്ടിരിക്കുന്ന സാധനം മാത്രം എഴുതിയാൽ മതി, ഓർത്തു വെച്ചാൽ മതി. V is equal to എന്താണ് ഒമേഗ into R, L is equal to എന്താണ് R ക്രോസ് P. മറക്കരുത് മക്കളെ, V is equal to എന്താണ് ഒമേഗ into R, അതേപോലെ തന്നെ L is equal to എന്താണ് R ക്രോസ് P. ഇനി നമുക്ക് മൂന്നാമത്തെ റിലേഷൻ ഉണ്ട്, അത് ഇതിലും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനം നോക്കാം. നോക്കിയേ, മൂന്നാമത്തെ നമ്മുടെ മൊമെന്റ് ഓഫ് ഫോഴ്സ് ഇല്ലേ, ടോർക്ക്, അതിനെ പറ്റിയാണ് ഇച്ചിരിയുള്ള ഡിസ്കഷൻ. മൊമെന്റ് ഓഫ് ഫോഴ്സ് വിളിക്കുന്ന വേറെ പേരെന്നായിരുന്നു? ടോർക്ക്. റെപ്രസെന്റേഷൻ എങ്ങനെയായിരുന്നു? ടോ അല്ലെ. മൊമെന്റ് ഓഫ് ഫോഴ്സ് അല്ലെങ്കിൽ എന്താ ടോ എന്നാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. നോക്കിയേ, ടോയ്ക്ക് നമ്മൾ ഒരു ഇക്വേഷൻ പഠിച്ചായിരുന്നു. എന്തായിരുന്നു? ടോ ഇസ് ഈക്വൽ ടു, നോക്കിയേ ഇതാണ് ടോ. ടോ എന്ന് പറഞ്ഞാൽ എന്താ മൊമെന്റ് ഓഫ് ഫോഴ്സ് അല്ലെങ്കിൽ ടോർക്ക്. നോക്കിയേ, ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ടോ ഇസ് ഈക്വൽ ടു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ എന്താ ഫോഴ്സുമായിട്ട് റിലേറ്റ് ചെയ്ത. അപ്പൊ എന്തായിരിക്കും? R ക്രോസ് F. ശ്രദ്ധിച്ചാൽ മതി. നേരത്തെ നമ്മൾ എങ്ങനെ എഴുതിയത്? നേരത്തെ നമ്മൾ എഴുതിയത് ലീനിയർ മൊമെന്റും ആംഗുലാർ മൊമെന്റും. ആംഗുലാർ മൊമെന്റം ഇസ് ഈക്വൽ ടു R ക്രോസ് P. R ക്രോസ് P എന്നായിരുന്നു നേരത്തെ എഴുതുന്നത്. അതായത് ഇതെന്നതാ ആംഗുലാർ കമ്പോണന്റ്. ഇവിടുത്തെ ആംഗുലാർ കമ്പോണന്റ് ഏതാ? ടോർക്ക്. അപ്പൊ ടോ ഇസ് ഈക്വൽ ടു R. Rന് ഒരു മാറ്റമില്ല. ഇതെന്താ ലീനിയർ കമ്പോണന്റ്. ഇവിടുത്തെ ലീനിയർ കമ്പോണന്റ് ഏതാ? ഫോഴ്സ് അല്ലേ. നമ്മൾ നേരത്തെ ബോക്സിനകത്ത് കണ്ടു, ടോർക്കും ഫോഴ്സും ആണ് ലോഗാമൂർ. ടോ ഇസ് ഈക്വൽ ടു എന്താണ് R ക്രോസ് F. മറക്കല്ലേ, ഈ ഇക്വേഷൻ പഠിച്ചു വെച്ചേക്കണേ. ഇത് നോക്കിയേ, ഇത് എന്ത് ക്വാണ്ടിറ്റിയാ? വെക്ടർ ക്വാണ്ടിറ്റി ആണ്. കാരണം എന്നതാ ക്രോസ് പ്രോഡക്റ്റാ. ക്രോസ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതെന്താണ് വെക്ടർ ക്വാണ്ടിറ്റി ആണ്, മറക്കരുത്. ഇനി നോക്കിയേ, R ക്രോസ് F നമ്മൾ പഠിച്ചിട്ടുണ്ട്. A ക്രോസ് B എന്നാണെങ്കിൽ വെക്ടറിന്റെ അതിനകത്ത് A ക്രോസ് B എന്നാണെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? AB സൈൻ തീറ്റ എന്ന് എഴുതാമല്ലോ. A ക്രോസ് B ആണെങ്കിൽ എന്ത് എഴുതാം? AB സൈൻ തീറ്റ. അപ്പൊ ടോ ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? ടോ ഇസ് ഈക്വൽ ടു R ക്രോസ് F ആണെങ്കിൽ എന്ത് എഴുതാം? RF സൈൻ തീറ്റ എന്ന് എഴുതാം. ടോ ഇസ് ഈക്വൽ ടു എന്താണ്? RF സൈൻ തീറ്റ. ഇത് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻ അല്ല. നിങ്ങൾ ഓർക്കേണ്ട ഏതാ? ടോ ഇസ് ഈക്വൽ ടു R ക്രോസ് F. ആ റിലേഷനും കൂടെ എന്ത് ചെയ്യാം? ചോദിക്കാം. ഇനി ഇതിന്റെ നമുക്ക് യൂണിറ്റും ഡയമെൻഷനും ഒന്ന് എഴുതാം. യൂണിറ്റ് എന്തായിരിക്കും? യൂണിറ്റ് ഓഫ് ടോയുടെ യൂണിറ്റ് R ക്രോസ് F. R എന്ന് പറഞ്ഞാൽ എന്താ? ലെങ്താ, ഒരു ഡിസ്റ്റൻസാ അല്ലെ. വെക്ടറിന് പൊസിഷൻ വെക്ടർ എന്ന് പറയുമ്പോൾ ഒരു പൊസിഷനാ. നമ്മൾ എന്താ പറയുന്നത്? മീറ്ററിലാണ് പറയുന്നത്. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ന്യൂട്ടൺ. അപ്പൊ എന്തായിരിക്കും? ഫോഴ്സും ആറും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് ന്യൂട്ടണും പിന്നെ ഏതാ? ആറിന്റെ മീറ്ററും. ഫോഴ്സിന്റെ ന്യൂട്ടണും ആറിന്റെ ഏതാ? മീറ്ററും. അപ്പം ന്യൂട്ടണും മീറ്ററും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഇതിന്റെ യൂണിറ്റ് എന്തായിരിക്കും? ന്യൂട്ടൺ മീറ്റർ.
ഇനി ഇതിന്റെ ഡയമെൻഷനോട് അറിഞ്ഞിരിക്കണം. ഡയമെൻഷൻ അറിഞ്ഞില്ലേലും ഓർത്തില്ലേലും കുഴപ്പമില്ല. എവിടെയുണ്ട്? നമ്മുടെ ലോഗരിതം ടേബിളിൽ കിടപ്പുണ്ട്. അതുകൊണ്ട് അങ്ങനെയെങ്കിലും ഉപകാരമുണ്ട് മക്കളെ. കോപ്പി എഴുതാൻ മാത്രമല്ല അത് ഉപയോഗിക്കുന്നത് എന്നുണ്ട്. അതിൻ്റെ അകത്ത് കുറച്ച് വേറെ കാര്യങ്ങളും ഉണ്ട്. അപ്പൊ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ന്യൂട്ടൺ മീറ്റർ അല്ല, സോറി, അതിന്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കാൻ പോവാം. അപ്പൊ ആർ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് ഏതാ? ഡയമെൻഷൻ എൽ. അപ്പം എൽ ഇൻറ്റു ഫോഴ്സ്. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു ആക്സിലറേഷൻ. മാസിന്റെ എം, ആക്സിലറേഷൻ എന്താ? LT⁻². ഇത് ഓർത്ത് വെച്ചേക്കണേ. അപ്പൊ MLT⁻² എന്ന് ഒരുമിച്ച് എഴുതാം. MLT⁻². അപ്പൊ ഫോഴ്സും ഇതേതാ? മീറ്ററിന്റെ എമ്മും ഇതെന്നതാ? ഫോഴ്സിന്റെ ന്യൂട്ടൺ. ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ എത്ര വരും? എം ഉണ്ട്, എത്ര എല്ലാം ഉണ്ട്? 2 ഉണ്ട്. അപ്പൊ ML²T⁻². ഇതാണ് ഏതിന്റെ ഡയമെൻഷൻ? നമ്മുടെ ടോർക്കിന്റെ ഡയമെൻഷൻ. മറക്കരുതേ, ഓർത്തു വെച്ചോ. ടോർക്കിന്റെ ഡയമെൻഷൻ ഏതാ? ML²T⁻². ഇതിനകത്ത് നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഈ റിലേഷൻ ചോദിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ ഡയമെൻഷനും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് എന്ത് ചെയ്യുക? ശ്രദ്ധിച്ചു പഠിക്കുക. ഈ വേറൊരു പ്രത്യേകത ഓർത്തിരിക്കേണ്ട, ടോർക്കിന് സെയിം ആയിട്ടുള്ള വേറൊരു ഡയമെൻഷൻ വരുന്ന ഒരു ഐറ്റം ഉണ്ട്. എന്നതാ? ടോർക്കും വർക്കും. വർക്ക് ആൻഡ് ടോർക്ക് ഹാസ് സെയിം ഡയമെൻഷൻ. മറക്കരുതേ, നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വർക്കും ടോർക്കിനും എന്താണ്? സെയിം ഡയമെൻഷൻ. ഡയമെൻഷൻ സെയിം ആയിട്ടുള്ള ക്വാണ്ടിറ്റീസ് ഒക്കെ ചോദിക്കാം. അപ്പൊ ഓർത്തോണം ഏതൊക്കെയാ? വർക്കും ടോർക്കും. അടുത്ത വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റിലേഷനാണ്. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കും, ഇത് ചോദിച്ചിരിക്കും കേട്ടല്ലോ. ശ്രദ്ധിച്ചു കേട്ടോ. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ആംഗുലാർ മൊമെന്റം ആൻഡ് ടോർക്ക്. ആംഗുലാർ മൊമെന്റവും ടോർക്കും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒരു ഡെറിവേഷൻ ആണ്. 3 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്കിന് ചോദിക്കുന്ന ഒരു ഡെറിവേഷൻ ആണ്. കുറെ വട്ടം ചോദിച്ചിട്ട് 2010 ചോദിച്ചു, 2012 ചോദിച്ചു, 2017 ചോദിച്ചു. അങ്ങനെ പിന്നെ ഓണപരീക്ഷയ്ക്ക് ഇത് ചോദിച്ചെന്ന് എനിക്ക് അറിയത്തില്ല, അത് ഞാൻ നോക്കിയിട്ടില്ല. പക്ഷെ നമ്മുടെ ഫൈനൽ എക്സാംസിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ആംഗുലാർ മൊമെന്റം ആൻഡ് ടോർക്ക്. ആംഗുലാർ മൊമെന്റവും ടോർക്കും തമ്മിലുള്ള റിലേഷൻ. ആംഗുലാർ മൊമെന്റം എന്ന് പറഞ്ഞാൽ ഏതാ? ലെറ്റർ എൽ. ടോർക്ക് എന്ന് പറഞ്ഞാൽ ഏതാ? ടോ. അല്ലെ? ആംഗുലാർ മൊമെന്റം. അപ്പൊ നമുക്ക് തുടക്കം ആംഗുലാർ മൊമെന്റിൽ നിന്ന് തുടങ്ങാം. എന്താണ് ആംഗുലാർ മൊമെന്റം? ആംഗുലാർ മൊമെന്റം എന്ന് പറഞ്ഞാൽ R ക്രോസ് P ആണ്. അല്ലെ? ആംഗുലാർ മൊമെന്റം L എന്ന് പറഞ്ഞാൽ എന്താണ്? R ക്രോസ് P. ഇത് നമ്മൾ കുറച്ചു മുമ്പ് എഴുതിയ ഡെഫിനിഷൻ. ഇനി അറിയേണ്ടത് ഇതിനെ അങ്ങോട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോകും. ഡിഫറൻഷിയേറ്റ് ചെയ്യാന്ന് പറയുന്നതാ? dL/dt വിത്ത് റെസ്പെക്ട് ടു ടൈം. അപ്പൊ ടൈം എന്ന് പറയുമ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ലിമിറ്റ്സ് എന്ന് പറയുന്ന മാത്സിന്റെ ചാപ്റ്ററിൽ. അല്ലെ? വിത്ത് റെസ്പെക്ട് ടു ടൈം കൊണ്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. അപ്പൊ ലെഫ്റ്റ് സൈഡിൽ ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്തു, അതേപോലെ തന്നെ എവിടെയും ചെയ്യണം? R ക്രോസ് P എന്ന് പറഞ്ഞ് റൈറ്റ് സൈഡിലും ചെയ്യാം. ഇനി മക്കളെ ശ്രദ്ധിക്കണം, ഇതെന്ന് പറഞ്ഞാൽ ഡെറിവേഷനാണ്. റൈറ്റ് സൈഡിൽ മൾട്ടിപ്ലിക്കേഷനാണ്. മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് പ്രോഡക്റ്റ് റൂൾ ഇവിടെ അപ്ലൈ ചെയ്യണം. അതായത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ ഇല്ലയെന്ന് എനിക്ക് അറിയത്തില്ല, സ്കൂളിലായോ ഒന്നും അറിയത്തില്ല. നോക്കിയാൽ 2 നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുവാന്ന് വെച്ചോ, UV അതിന്റെ ഡെറിവേറ്റീവ് എടുക്കാനായിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആദ്യമേ ആദ്യത്തെ നമ്പർ എഴുതും. ഇവിടെ U ആണെങ്കിൽ ഇവിടെ U എന്ന് എഴുതും. എന്നിട്ട് രണ്ടാമത്തെ ഡെറിവേറ്റീവ് എടുക്കും, dV/dt. കണ്ടോ? ആദ്യത്തെ നമ്പർ എഴുതുക, രണ്ടാമത്തെ ഡെറിവേറ്റീവ് എടുക്കുക, പ്ലസ് ഇടുക, പിന്നെ എന്താ? തിരിച്ച് രണ്ടാമത്തെ നമ്പർ എഴുതുക, ആദ്യത്തെ ഡെറിവേറ്റീവ് എടുക്കുക. മനസ്സിലായല്ലോ? അപ്പൊ എന്താ ഇക്വേഷൻ? U ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ സെക്കൻഡ്, ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ ഫസ്റ്റ്. ഇങ്ങനെ ഓർത്താൽ മതി. ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ ഫസ്റ്റ്. അപ്പം ആദ്യം ഏതാ? ഫസ്റ്റ് ഇൻറ്റു ഫസ്റ്റ് ഏതാ? ആറിലും ബിയിലും ആദ്യത്തെ ഏതാ? R. ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് dP/dt. അല്ലെ? സെക്കൻഡിന് ഡെറിവേറ്റീവ് പ്ലസ് അടുത്തേതാ? സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് dR/dt. ഇനി നോക്കി, ഇതിനെ നമ്മൾ സോൾവ് ചെയ്താൽ നമ്മുടെ ആൻസർ ആയി dL/dt is equal to, നോക്കിയേ എന്ത് വരും? dL/dt R ക്രോസ് dP/dt. ഞാൻ നേരത്തെ ഈ സാധനം എഴുതി വെച്ചിട്ടുള്ള, ഞാൻ പറഞ്ഞത്. അപ്പൊ ന്യൂട്ടൺ സെക്കൻഡ് ലോയിൽ നമ്മൾ പഠിക്കുന്നതാണ്. F is equal to എന്താണ്? dP/dt എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ dP/dt വരെ എന്ത് കൊടുക്കാം? F പ്ലസ് P ഇൻറ്റു dR/dt. ഈ dR/dt എന്ന് പറയുന്നതാ ഒരു ഡിസ്റ്റൻസ് അല്ലേ? R എന്ന് പറഞ്ഞാൽ ഒരു ലെങ്ത്. അപ്പൊ ഡിസ്റ്റൻസ് ബൈ ടൈം, ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം, dR/dt. ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്താ? വെലോസിറ്റി. എന്താണ്? വെലോസിറ്റി. അപ്പൊ P ക്രോസ് P എന്ന് കിട്ടും. ഇനി നോക്കിയേ, R ക്രോസ് F ആണ് ഇവിടെ. അതിനെ ഞാൻ അതേപോലെ തന്നെ എഴുതി, R ക്രോസ് F. ഈ P-നെ ഞാൻ എന്തെഴുതി? P എന്ന് പറഞ്ഞാൽ മൊമെന്റോ, ലീനിയർ മൊമെന്റോ. അപ്പം ലീനിയർ മൊമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? മാസ് ഇൻറ്റു വെലോസിറ്റി അഗെയിൻ ക്രോസ് V. ഇതിന്റെ ബാക്കി കുറച്ചും കൂടെ ഉണ്ട്. എത്ര നോക്കിയേ? dL/dt which is equal to R ക്രോസ് F. R ക്രോസ് F എന്ന് പറഞ്ഞാൽ R ക്രോസ് F തന്നെ നോക്കിയേ,
ഇപ്പുറത്തെ സൈഡ് നോക്കി, എം ക്രോസ് വി ക്രോസ് വി. വി ക്രോസ് വി എന്താകും? സെയിം നമ്പേഴ്സ് ക്രോസ് ചെയ്യുവാണെങ്കിൽ, സെയിം വെക്ടർ, അതായത് പാരലൽ വെക്ടർ എന്നാണ് പറയുന്നത്, ക്രോസ് ചെയ്യുവാണെങ്കിൽ അത് എത്രയായിരിക്കും? 0 ആ. അപ്പൊ വി ക്രോസ് വി അല്ലെങ്കിൽ ഐ ക്രോസ് ഐ, ജെ ക്രോസ് ജെ, ഇതെല്ലാം എന്താ? 0 ആ. അപ്പൊ എത്രയായിരിക്കും ഇവിടെ? എം ഇൻറ്റു 0. അത് 0 ആയിപ്പോവും, മൊത്തം 0 ആയിപ്പോവും. അപ്പൊ ബാക്കി നമ്മുടെ ലക്ഷ്യം, നമുക്ക് ബാക്കി ആര് മാത്രമേ ഉള്ളൂ? ഡി എൽ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ്. ഇത് മാത്രമേ ഉള്ളൂ നമ്മുടെ കയ്യിൽ ബാക്കിയുള്ളൂ. ഈ സാധനം കണ്ടോ, ഡി എൽ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ്. ഇത് മാത്രം ഉള്ളൂ നമുക്ക് ബാക്കിയുള്ളൂ. ഈ ഡി എൽ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ്, ഇത് നമ്മൾ എവിടെയോ പഠിച്ചിട്ടുണ്ട് അല്ലെ? ആർ ക്രോസ് എഫ് ആ. അപ്പൊ ശ്രദ്ധിച്ച മക്കളെ, എഫ് വരുവാണെങ്കിൽ ഏതാ? എഫിന്റെ അനലോഗ് ഏതാ? ടോർക്ക് അല്ലെ? അപ്പൊ ആർ ക്രോസ് എഫ് എന്ന് പറഞ്ഞാൽ എന്താ? ടോർക്ക് ടോ. അപ്പൊ മനസ്സിലായോ? ഡി എൽ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു എന്ത് കിട്ടി? ടോർക്ക്. നമുക്ക് റിലേഷൻ കിട്ടിയില്ലേ? എൽ എന്ന് പറഞ്ഞാൽ ആംഗുലാർ മൊമെന്റം, ഡി എൽ ബൈ ഡി ടി അതിനെന്താ? ഡിവൈഡിങ് ബൈ ടൈം. അതായത് തന്നെ ആവറേജ് റേറ്റ് ഓഫ് എന്ന് പറയുന്നത്. ഡിവൈഡിങ് ബൈ ടൈമിനെ വിളിക്കുന്ന പേരെന്നാ? ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമ്മൾ അതിനെ വിളിക്കും, എന്ത് വിളിക്കും? റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് വിളിക്കും. അപ്പൊ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ മൊമെന്റം. കണ്ടോ, ഡി എൽ ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ എങ്ങനെ വായിക്കുന്നത്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ മൊമെന്റം. എന്തുകൊണ്ടാണ് റേറ്റ് വന്നത്? ഡിവൈഡിങ് ബൈ ടൈം. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എൽ എന്ന് പറഞ്ഞാൽ ആംഗുലാർ മൊമെന്റം ഈസ് ഈക്വൽ ടു ടോർക്ക്. ഇതാണ് റിലേഷൻ. 3 മാർക്കിന് ഉറപ്പ് ക്വസ്റ്റ്യൻ മക്കളെ ചോദിക്കാവുന്ന, 3 അല്ലെങ്കിൽ 2 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. അടുത്ത നോക്കിയേ, കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം. നമ്മൾ പഠിച്ചിട്ടുണ്ട് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം പഠിച്ചിട്ടുണ്ട് അല്ലെ? എന്തായിരുന്നു ലീനിയർ മൊമെന്റം? മൊമെന്റം ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ്. അതേപോലെ നമുക്ക് ഇവിടെ ഇങ്ങനെ പറയാം, ആംഗുലാർ മൊമെന്റം ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ്, ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ഫോർഡ് ഫ്രം വൺ ഫോം ടു അനദർ. അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാ? കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം നമുക്കറിയാവുന്ന ഇക്വേഷൻ എന്താ? ഡി എൽ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു ടോ. കുറച്ചു മുമ്പ് അല്ലെ, ഒരു 2 മിനിറ്റ് മുമ്പ് നമ്മൾ എന്ത് ചെയ്തു? ഈ ഡെറിവേഷൻ ആയിരുന്നു പ്രൂവ് ചെയ്തു. ഇപ്പൊ ഡി എൽ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു ടോ. ഇനി ഇവിടെ പറയാൻ പോകുന്നത് എന്താ? ഇഫ് ദ എക്സ്റ്റേണൽ ടോർക്ക് ആക്ടിംഗ് ഓൺ എ സിസ്റ്റം ഈസ് 0. എക്സ്റ്റേണൽ ആയിട്ട് കൊടുക്കുന്ന ടോർക്ക്, ഒരു സിസ്റ്റത്തിലേക്ക് എക്സ്റ്റേണൽ ആയിട്ട് കൊടുക്കുന്ന ടോർക്ക് 0 ആവുന്നു. ടോർക്ക് എന്ന് പറഞ്ഞാൽ ഏതിന്റെയാ? ഫോഴ്സിന്റെ. അപ്പൊ നിങ്ങൾ ഇങ്ങനെ കൊടുക്കും, എക്സ്റ്റേണൽ ആയിട്ട് കൊടുക്കുന്ന ഫോഴ്സ് 0 ആവുന്നു. അപ്പൊ എന്ത് പറയാൻ പറ്റും? ഇഫ് ദ എക്സ്റ്റേണൽ ടോർക്ക്, അല്ലെങ്കിൽ എന്താ? ഇഫ് ദ എക്സ്റ്റേണൽ ടോർക്ക് ഈസ് ആക്ടിംഗ് ഓൺ എ സിസ്റ്റം ഈസ് 0. ഒരു പാർട്ടിക്കിൾ അല്ലെങ്കിൽ ഒരു ബോഡി ഒരു സിസ്റ്റത്തിലേക്ക് ആക്ട് ചെയ്യുന്ന എക്സ്റ്റേണൽ ടോർക്ക് 0 ആകുവാണെങ്കിൽ ആംഗുലാർ മൊമെന്റം ഈസ് കൺസർവ്ഡ്. then the angular momentum is conserved. ഒന്നുകൂടെ പറഞ്ഞേ, if the external torque acting on a system is 0, then the angular momentum is conserved. അപ്പൊ external torque എന്ന് പറഞ്ഞാൽ എന്താ? ടോ. അത് 0 ആകുവാണെങ്കിൽ കണ്ടോ, the external torque acting on a system is 0. എക്സ്റ്റേണൽ ആയിട്ട് കൊടുക്കുന്ന ടോർക്ക് എന്താകുന്നു? 0 ആവുകയാണെങ്കിൽ then the angular momentum is conserved. അതെന്തുകൊണ്ട് ആംഗുലാർ മൊമെന്റം വരാൻ കാരണം? ഇപ്പൊ ഡി എൽ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു ടോ എന്നായിരുന്നു നമ്മൾ എഴുതിയത് അല്ലെ? ആ ടോ എന്തായി? 0 ആയില്ലേ? അപ്പൊ ടോയുടെ സ്ഥാനത്ത് ഇപ്പൊ എന്തായി? ഇവിടെ കണ്ടോ, ടോ എന്തായി? 0 ആയി. അപ്പൊ ഡി എൽ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു 0. എപ്പോഴാണ് ഒരു ഡെറിവേറ്റീവ് 0 ആകുന്നത്? അതൊരു കോൺസ്റ്റന്റ് ആകുമ്പോഴാണ്. മനസ്സിലാക്കണം, നിങ്ങൾ ഓർക്കണം, നിങ്ങൾ ഡെറിവേറ്റീവില് മാത്സിൽ പഠിക്കുന്ന ഒരു സാധനമാണ് ഡി ബൈ ഡി ടി ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താണ്? 0 ആണ് അല്ലെ? അപ്പം ഇവിടെ ഡി എൽ ബൈ ഡി ടി 0 ആണ്. അതിന്റെ അർത്ഥം എന്താണ്? എൽ ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ്. ഇതാണ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം ചോദിച്ചാൽ എഴുതേണ്ടത്. എന്താണ്? ഇഫ് ദ എക്സ്റ്റേണൽ ടോർക്ക് ആക്ടിംഗ് ഓൺ എ സിസ്റ്റം ഈസ് 0. എക്സ്റ്റേണൽ ആയിട്ട് ഒരു സിസ്റ്റത്തിലെ ആക്ട് ചെയ്യുന്ന ടോർക്ക് 0 ആകുമ്പോൾ then the angular momentum is conserved. അവിടെ എന്തായിരിക്കും? ആംഗുലാർ മൊമെന്റം കൺസർവ്ഡ് ആയിരിക്കും. മനസ്സിലായല്ലോ? അടുത്തതാണ് നമ്മുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഐ അല്ലെ? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തായിരുന്നു. മൊമെന്റ് ഓഫ് ഇനർഷ്യ ഐ എന്ന് പറഞ്ഞാൽ ഏതിന്റെ അനലോഗാ? അനലോഗ് ഓഫ്, റൊട്ടേഷണൽ അനലോഗ് ഓഫ് ഏതിന്റെയാ? മാസ് അല്ലെ? മാസിന്റെ റൊട്ടേഷണൽ അനലോഗ് ആണ് ഏത്? മൊമെന്റ് ഓഫ് ഇനർഷ്യ. ഓൾറെഡി ഡിസ്കസ് ചെയ്താ, 1 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണെന്ന് പറഞ്ഞതാ. അനലോഗ് ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ ഏതാ? മൊമെന്റ് ഓഫ് ഇനർഷ്യ. ഇനി ഇവിടെ എന്താണ് മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് ഡിസ്കസ് ചെയ്യാൻ പോകും. ഐ ഈസ് ഈക്വൽ ടു, ശ്രദ്ധിച്ചേ, അതിന് പറയാൻ വേണ്ടി പോകുന്നത് നോക്കിയേ, ഐ ഈസ് ഈക്വൽ ടു അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എം ആർ സ്ക്വയർ. ഈ ഇക്വേഷൻ മറക്കല്ലോ. ഐ ഈസ് ഈക്വൽ ടു എന്താണ്? എം ആർ സ്ക്വയർ. ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? മൊമെന്റ് ഓഫ് ഇനർഷ്യ. അപ്പൊ നിങ്ങളൊരു ഡെഫിനിഷൻ ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും? എം ആർ സ്ക്വയർ. എം എന്ന് പറഞ്ഞാൽ എന്താ? മാസ് ഓഫ് ദ പാർട്ടിക്കിൾ. ആർ എന്ന് പറഞ്ഞാൽ എന്താ? പൊസിഷൻ വെക്ടർ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഫ്രം ദ പെർപെൻഡിക്കുലർ ആക്സിസ് എന്ന് വേണമെങ്കിലും പറയാം. അത് ഞാൻ പാഠം വരച്ചിപ്പോ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ നമ്മളോട് ഡെഫിനിഷൻ ചോദിക്കുക, വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് മൊമെന്റ് ഓഫ് ഇനർഷ്യ ചോദിക്കത്തില്ല, ചാൻസ് ഇല്ല. എന്നാലും ചോദിച്ചാൽ എങ്ങനെ എഴുതും? ഇറ്റ് ഈസ് ദ
mr square multiply ചെയ്യും. അപ്പം it is the product of m into r square എന്ന് വെച്ചാൽ എന്താ, it is the product of mass of the body അല്ലെങ്കിൽ mass of the particle and square of the distance between the body and the axis of rotation. മനസ്സിലായല്ലോ? അപ്പൊ ചോദിച്ചാൽ എന്തെഴുതും? I. What is the definition of I എന്ന് ചോദിച്ചാൽ എന്താ, it is the product of എന്തിന്റെയൊക്കെ product ആ, mass of the particle m എന്ന് പറഞ്ഞാൽ mass of the particle r square. So it is the product of mass of the particle and the square of the distance between the particle and the axis of rotation. റൊട്ടേഷനും അതും തമ്മിലുള്ള ഡിസ്റ്റൻസ്. അപ്പം പടം വരച്ച് കാണിച്ചു തരാം. ഒരു റിജിഡ് ബോഡി കൺസിഡർ ചെയ്യുക. റിജിഡ് ബോഡി എന്ന് പറഞ്ഞാൽ അതിന്റെ ഷേപ്പ് ഒരിക്കലും മാറത്തില്ല. നമ്മളിപ്പോ ഒരു ഫോഴ്സ് കൊടുത്തു, ഒരു ടോർക്ക് കൊടുത്തു, അതിന്റെ അകത്തുള്ള ഷേപ്പ് മാറുന്നുണ്ടോ? ഇല്ല. അതിന്റെ സൈസ് മാറുന്നുണ്ടോ? ഇല്ല. അങ്ങനത്തെ ഒരു ബോഡിയാണ് ഇത്. നോക്കിയേ, ഇവിടെ വെച്ചാൽ കറങ്ങുന്നത്. ആക്സിസ് ഓഫ് റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഇതാ, ഇതിന്റെ ബേസിസിലാണ് കറങ്ങുന്നത്, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതിന്റെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ, ഈ ബോഡിയുടെ മാസ് എന്ന് പറഞ്ഞാൽ എം. ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടത്, ഈ ഡിസ്റ്റൻസ് ഇതെന്ന് പറഞ്ഞാൽ r. അപ്പൊ ഇതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ, ഈ പെർപെൻഡിക്കുലർ ആക്സിസിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ അല്ലെങ്കിൽ ഈ ബോഡി കറങ്ങുന്നതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെ ഇക്വേഷൻ ചോദിച്ചാൽ എന്താ, എം ഉണ്ട് ആറും ഉണ്ട്. അപ്പൊ എന്തായിരിക്കും, എം ആർ സ്ക്വയർ എന്ന് പറയും. എം എന്ന് പറഞ്ഞാൽ എന്താ, മാസ് ഓഫ് ദ പാർട്ടിക്കിൾ. ആർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ മാസ് ഓഫ് ദ ബോഡി ആൻഡ് ദ പെർപെൻഡിക്കുലർ ആക്സിസ്. ഈ എം എടുക്കാൻ ഇവിടെ ഡിസ്റ്റൻസ് എടുക്കുന്നത് എവിടെ വെച്ചാൽ ചോദിച്ചാൽ സെന്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ, അത് നിങ്ങൾക്ക് പഠിക്കാനുള്ളതായിരുന്നു, പക്ഷെ ഫോക്കസ് ഏരിയയിലില്ല. അതാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. സെന്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ മാസ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലം, ഒരു ബോഡിയുടെ മാസ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലം, അതിന് വിളിക്കുന്ന പേരാണ് ഇത് സെന്റർ ഓഫ് മാസ്. അപ്പൊ I = എന്താണ് ഇക്വേഷൻ, എം ആർ സ്ക്വയർ. ഇത്ര മാത്രം ഓർത്തിരുന്നാൽ മതി, അനലോഗ് ഓഫ് മാസ്. അതുപോലെ തന്നെ I = എം ആർ സ്ക്വയർ. പിന്നെ വേറൊരു കാര്യം കൂടെ അറിയാനുണ്ട്, അത് ഞാൻ ഇപ്പൊ പറയാൻ പോകുന്ന സാധനം അറിഞ്ഞില്ലേലും കുഴപ്പമില്ല കേട്ടല്ലോ. നോക്കി, ഈ ഒരു റിജിഡ് ബോഡി ആകുമ്പോൾ ഇതിനടുത്ത് ഓരോ സ്ഥലത്തും ഓരോ മാസം വെച്ചു. ഇവിടെ ഈ പാർട്ടിന്റെ മാസം എന്ന് പറഞ്ഞാൽ m1 ആണ്, ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് r1 ആണ്. അപ്പൊ ഞാൻ ഇവിടെ വേറൊരെണ്ണം കൺസിഡർ ചെയ്തു, ഇത് ഡിസ്റ്റൻസ് r2 ആണ്, ഇതിന്റെ ഈ ബോഡി എന്ന് പറഞ്ഞാൽ m2 ആണ്. ഞാൻ അടുത്ത വേറൊരെണ്ണം ഇതേപോലെ കൺസിഡർ ചെയ്തു, ഇത് എത്രയാ, m3 ആണ് കേട്ടോ. മാസ് ഓഫ് ദ ബോഡി എന്ന് പറഞ്ഞാൽ m3 ആണ്, ഡിസ്റ്റൻസ് r3 ആണ്. അതേപോലെ വേറൊരെണ്ണം കൺസിഡർ ചെയ്തു, ഏതാ, ഇതിന്റെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, നാലാമത്തെ ആയതുകൊണ്ട് r4, മാസ് എത്രയാ, m4. ഇങ്ങനെ ഇഷ്ടം പോലെ ഉണ്ടെന്ന് വെച്ചു. അപ്പൊ ഇതിന്റെ എല്ലാം ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ I എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, നേരത്തെ mr സ്ക്വയർ എന്നായിരുന്നു. ഇപ്പൊ പക്ഷെ m1 m2 ഒക്കെ ആയി അല്ലെ. അപ്പൊ നമ്മൾ എന്തായിരുന്നു, ആദ്യത്തെ m1 r1 സ്ക്വയർ പ്ലസ് ഇടുക. പിന്നെ എന്തായിരിക്കും അടുത്തത്, m2 r2 സ്ക്വയർ അല്ലെ. അടുത്ത ഏതായിരിക്കും, m3 r3 സ്ക്വയർ. മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ്, കാരണം എന്നതാ, ഇവിടെ എല്ലാം mr സ്ക്വയർ, പക്ഷെ ഇവിടെ ഇഷ്ടം പോലെ ഉള്ളതാണ്. അപ്പൊ ഇങ്ങനെ n എണ്ണം ഉണ്ടെങ്കിലോ എന്തായിരിക്കും, mn rn സ്ക്വയർ. ഇത്രയും ആയിരിക്കും മൊമെന്റ് ഓഫ് ഇനർഷ്യ. ഇതിനെ നമുക്ക് വേണമെങ്കിൽ ചേർത്ത് എഴുതാം. I = ഇത്രയും കുറെ എണ്ണം ഉള്ളതുകൊണ്ട് നമുക്ക് സിഗ്മ എന്ന് കൊടുക്കാം. മാത്സിൽ പഠിക്കുന്നതാണ് സമ്മേഷൻ ഓവർ എന്ന് പറയുന്നത്. അതായത് എല്ലാം കൂടി ഇങ്ങനെ വരുമ്പോഴേക്കും സം ആയിട്ട് തരുവാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം, ജനറൽ ആയിട്ട് ഈ 1, 2, 3 വരെ എന്ത് കൊടുക്കും, I എന്ന് കൊടുക്കും കേട്ടോ. അപ്പൊ mi ri സ്ക്വയർ, സ്ക്വയർ ഒന്നും മാറ്റില്ല, mr സ്ക്വയർ മാറ്റില്ല, m1 m2 അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്, r1 r2. അതുകൊണ്ടാണ് mi r സ്ക്വയർ. ഈ I എന്ന് പറഞ്ഞാൽ എവിടെ തൊട്ട് എവിടെ വരിക, 1 തൊട്ട് അല്ലെ, ഇവിടെ 1 തൊട്ടല്ലേ, എവിടെ തൊട്ട് എവിടെ വരിക, n വരെ. അപ്പൊ I = n mi ri the whole square. ഇതിനെല്ലാം ചേർത്ത് ജനറൽ ആയിട്ട് നമുക്ക് എന്ത് എഴുതാം, ഈ എത്ര m കൂട്ടുന്നതിന് നമുക്ക് വേണമെങ്കിൽ ക്യാപിറ്റൽ M എന്ന് കൊടുക്കാമല്ലോ. r-ന് വരെ എന്ത് കൊടുക്കാം, ri-ക്ക് വരെ എന്ത് കൊടുക്കാം, mr സ്ക്വയർ. ഇതിനെയും വിളിക്കും. മനസ്സിലായല്ലോ. ഇതാണ് എന്ത്, മൊമെന്റ് ഓഫ് ഇനർഷ്യ. അപ്പൊ കുറെ എണ്ണം സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആ ചോദിക്കുന്നത്. സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ കുറെ പാർട്ടിക്കിൾസ് ആ ഉണ്ടെങ്കിൽ എന്ത് എഴുതും നമ്മൾ, I = mr സ്ക്വയർ. ഇതാണ് മൊമെന്റ് ഓഫ് ഇനർഷ്യ I. അടുത്ത് പറയാൻ വേണ്ടി പോകുന്നത് റേഡിയസ് ഓഫ് ഗൈറേഷൻ. വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് അല്ല, പരീക്ഷയ്ക്ക് അങ്ങനെ ചോദിക്കാൻ ചാൻസ് കുറവ്. എന്നാലും ജസ്റ്റ് ഒന്ന് അറച്ചു ചോദിക്കുവാണെങ്കിൽ എഴുതാൻ വേണ്ടി. റേഡിയസ് ഓഫ് ഗൈറേഷൻ നമ്മൾ നേരത്തെ കണ്ടു. I എന്ന് പറഞ്ഞാൽ എന്താണ്, m1 r1 സ്ക്വയർ അല്ലെ. കുറെ പാർട്ടിക്കിൾസ് ആണെങ്കിൽ m1 r1 സ്ക്വയർ, അല്ലെങ്കിൽ എന്താ m2 r2 സ്ക്വയർ. ഇങ്ങനെ പോയി അങ്ങനെ എല്ലാം കൂടെ കൂട്ടുക, mn rn സ്ക്വയർ എന്ന് നമ്മൾ കണ്ടു. ഇതിനെ ജനറൽ ആയിട്ട് നമുക്ക് എന്ത് എഴുതാം, സിഗ്മ സമ്മേഷൻ ഓവർ എന്ത് എഴുതാം, mi ri the whole square. I = എവിടെ തൊട്ട് എവിടെ വരെയാ, 1 to n വരെയാന്ന് പറഞ്ഞു. ഇനി നോക്കിയേ, ഈ mi rn സ്ക്വയറിന് ഞാൻ നേരത്തെ പറഞ്ഞു, ri-ക്ക് വരെ എന്ത് കൊടുക്കുക, ri സ്ക്വയറിന് വരും സ്മോൾ ലെറ്റർ m-ക്ക് വരെ ഞാൻ ക്യാപിറ്റൽ ലെറ്റർ m കൊടുത്തു. ri സ്ക്വയറിന് വരെ ഞാൻ എന്ത് കൊടുക്കും, നേരത്തെ r ആയിരുന്നു, പക്ഷെ ഇവിടെ ഞാൻ എന്ത് കൊടുത്തു, k സ്ക്വയർ എന്ന് കൊടുത്തു. ഈ k നെ വിളിക്കുന്ന പേരാണെന്ത്, റേഡിയസ് ഓഫ് ഗൈറേഷൻ. k നെ വിളിക്കുന്ന പേരാണെന്ത്, റേഡിയസ് ഓഫ് ഗൈറേഷൻ. അപ്പം നോക്കിയേ, എങ്ങനെയാണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ ഒരു ഇക്വേഷൻ ഉണ്ടാക്കുന്നത്.
അപ്പൊ നമുക്ക് നോക്കിയേ എം ഐക്ക് വരെ ഞാൻ ക്യാപിറ്റൽ എം എന്ന് കൊടുത്തു, കാരണം സമ്മേഷൻ എല്ലാം കൂടെ കൂട്ടുക, അതാണ് ടോട്ടൽ മാസ് എം. ടോട്ടൽ ഡിസ്റ്റൻസിന് എത്ര എടുത്തു? കെ എന്ന് കൊടുത്തു. അപ്പൊ ഐ ഇസ് ഈക്വൽ ടു എന്ത് കിട്ടി? ഇതിനകത്ത് നിന്ന് എം കെ സ്ക്വയർ എന്ന് കിട്ടി. ഇതിനകത്ത് നിന്ന് കെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്ത് വരും? കെ സ്ക്വയറിനെ ഇവിടെ നിർത്തി, ആദ്യം അപ്പുറത്തുള്ള എഴുതുക. ഐ ഇവിടെ മൾട്ടിപ്ലൈ ആണ്, അത് ഇപ്പുറത്തോട്ട് വരുമ്പോൾ ഡിവൈഡ് ആവും. കെ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഐ ബൈ എം. കെ എന്ന് പറഞ്ഞാൽ എന്താ? സ്ക്വയർ അപ്പുറത്തോട്ട് പോകുമ്പോൾ റൂട്ട് ആവും. കെ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഐ ബൈ എം. സ്ക്വയർ അപ്പുറത്തോട്ട് പോയപ്പോ എന്തായി? റൂട്ട് ഐ. അപ്പൊ കെ ഇസ് ഈക്വൽ ടു എന്താണ്? ഐ ബൈ എം. മനസ്സിലായല്ലോ? അപ്പം റേഡിയസ് ഓഫ് ഗൈറേഷൻ, ജൈറേഷൻ എന്ന് പറയാം. ജൈറേഷൻ എന്ന് പറഞ്ഞാൽ ഏതാ? കെ. കെ ഇസ് ഈക്വൽ ടു എന്താ? റൂട്ട് ഓഫ് ഐ ബൈ എം. ഇതാണ് എന്ത്? റേഡിയസ് ഓഫ് ഗൈറേഷൻ. ഇത് നമുക്ക് അറിയേണ്ടത് റൊട്ടേഷണൽ കൈനറ്റിക് എനർജി എന്നാണ്. സാധാ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ നമുക്കറിയാലോ, എന്താ? ഹാഫ് എം വി സ്ക്വയർ. അതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ വേണ്ടി പോവാ? റൊട്ടേഷണൽ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ നോക്കിക്കളാം. ഓർക്കണം എന്താണ് റൊട്ടേഷണൽ കൈനറ്റിക് എനർജി. നോക്കിയേ, റൊട്ടേഷണൽ കൈനറ്റിക് എനർജി. സാധാ കൈനറ്റിക് എനർജിയുടെ, ലീനിയർ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്താണ്? ഹാഫ് എം വി സ്ക്വയർ ആണ് അല്ലെ? ഹാഫ് എം വി സ്ക്വയർ. റൊട്ടേഷനിലേക്ക് വരുമ്പോൾ ഹാഫ് എം അതേപോലെ തന്നെ എടുത്തു. നമുക്കറിയാം വി എന്ന് പറഞ്ഞാൽ എന്താ? ആർ ഒമേഗ അല്ലേ? അല്ലെ? വി എന്ന് പറഞ്ഞാൽ എന്താണ്? ആർ ഒമേഗ, ആർ ക്രോസ് ഒമേഗ. അപ്പൊ ഞാൻ ഈ വിയുടെ സ്ഥാനത്ത് എന്ത് കൊടുത്തു? ആർ ഒമേഗ എന്ന് കൊടുത്തു. ഇനി അതിന്റെ എന്താണ്? സ്ക്വയർ, അതിന്റെ സ്ക്വയർ. അപ്പൊ എന്ത് വരും? ഹാഫ് ഇൻറ്റു എം ഇൻറ്റു അല്ലെ? ആർ ഒമേഗയുടെ സ്ക്വയർ, ആറിന്റെ സ്ക്വയർ, പിന്നെ എന്താ? ഒമേഗയുടെ സ്ക്വയർ അല്ലെ? നമ്മൾ ഈ എം ആർ സ്ക്വയർ എന്ന് പറഞ്ഞ സാധനം നേരത്തെ കണ്ടതാ. എം ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? ഐ. അപ്പം അല്ലെ? മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഐ ഇൻറ്റു ഒമേഗ സ്ക്വയർ. അപ്പൊ മനസ്സിലായല്ലോ കൈനറ്റിക് എനർജി ഏതാ? ഇത് എന്ത് കൈനറ്റിക് എനർജിയാ? റൊട്ടേഷണൽ. റൊട്ടേഷണൽ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ചോദിച്ചാൽ, റൊട്ടേഷണൽ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ചോദിച്ചാൽ എന്താണ്? ഓർത്തേക്കണം എന്താണ് ഇക്വേഷൻ? ഹാഫ് ഐ ഒമേഗ സ്ക്വയർ. അതിന്റെ പ്രൂഫ് ഒക്കെ അങ്ങനെ വലുതായിട്ട് ചോദിക്കാറില്ല. ഇൻ കേസ് ചോദിച്ചാൽ തന്നെ എഴുതിക്കണം. അതിനുവേണ്ടിയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? പ്രൂഫും കൂടെ പറഞ്ഞത്. ഹാഫ് എം വി സ്ക്വയർ ആണ്. വിക്ക് വരെ എന്ത് കൊടുത്തു? ആർ ഒമേഗ എന്ന് കൊടുത്തു. അതിന്റെ സ്ക്വയർ ആർ സ്ക്വയർ ഒമേഗ സ്ക്വയർ എം ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഐ. മനസ്സിലായല്ലോ? ഇതാണ് എന്ത്? റൊട്ടേഷണൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. ഇനി നമ്മൾക്ക് പഠിക്കാൻ വേണ്ടി പോകുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് തിയറാണ്. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഉറപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഇനി പഠിക്കാൻ വേണ്ടി പോകുന്ന രണ്ട് തിയറം. അപ്പൊ നമുക്ക് അതിലേക്ക് പോകാം. നോക്കിയ മക്കളെ, പാരലൽ ആക്സിസ് തിയറം. രണ്ട് ആക്സിസ് തിയറങ്ങളുണ്ട്. പാരലൽ ആക്സിസ് തിയറും ഉണ്ട്, പെർപെൻഡിക്കുലർ ആക്സിസ് തിയറും ഉണ്ട്. രണ്ടും ചോദിക്കാൻ പരീക്ഷയ്ക്ക്. ഏതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് രണ്ടും എന്ത് ചെയ്യുക? വൃത്തിക്ക് പഠിച്ചു വെക്കുക, അതിന്റെ ഡെഫിനിഷൻ പഠിച്ചു വെക്കുക, അതെന്താണെന്നും കൂടെ മനസ്സിലാക്കി പഠിക്കണം. കാരണം എന്താണെന്നറിയോ? അത് വെച്ചിട്ട് പ്രോബ്ലംസ് ചോദിക്കാം. ഡിസ്കിന്റെ അല്ലെങ്കിൽ റിങ്ങിന്റെ ഓരോന്നൊക്കെ കണ്ടുപിടിക്കാനായിട്ട് ചോദിക്കാം. മൊമെന്റ് ഓഫ് ഇനർഷ്യ. അപ്പൊ പാരലൽ ആക്സിസ് തിയറം പറയാൻ വേണ്ടി പോവാണ്. നമ്മൾ അതിനു വേണ്ടി ഡെഫിനിഷൻ പറയുന്നതിന് മുമ്പ് ഞാൻ അത് സംഭവം എന്നാന്ന് മനസ്സിലാക്കി തരാം. ഒരു റിജിഡ് ബോഡി കൺസിഡർ ചെയ്യുന്നു. എന്ത് കൺസിഡർ ചെയ്യുന്നു? ഒരു റിജിഡ് ബോഡി. റിജിഡ് ബോഡി എന്നാന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഷേപ്പ് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല? ചേഞ്ച് ചെയ്യത്തില്ല. സൈസ് എന്ത് ചെയ്യാ? ഒരിക്കലും ചേഞ്ച് ചെയ്യത്തില്ല. ഷേപ്പും സൈസും എന്താണ്? മോഷനിൽ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഇതിന്റെ ഈ ഒരു റിജിഡ് ബോഡി കൺസിഡർ ചെയ്തു. ഇതിന്റെ മാസ് എന്ന് പറയുന്നത് എം ആണ്. ഇത് റൊട്ടേറ്റ് ചെയ്യുവാണ്. ഈ ബോഡി എന്ത് ചെയ്യുക? റൊട്ടേറ്റ് ചെയ്യുവാണ് ഒരു ആക്സിസിൽ. ആ ആക്സിസ് ആണ് എന്ത്? എ. അപ്പൊ കൺസിഡർ എ ബോഡി ഓഫ് മാസ് എം. ഒരു ബോഡി കൺസിഡർ ചെയ്തു. മാസ് എത്രയാണ്? എം ആണ്. മനസ്സിലായല്ലോ? അതെന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ റൊട്ടേറ്റ് ചെയ്യുന്ന എവിടെയാണ്? എ ബി ആക്സിസിലാണ് എന്ത് ചെയ്യുന്നത്? റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം റൊട്ടേറ്റ് ചെയ്യുന്ന ഏതാണ്? എ ബി ആക്സിസിലാണ്. ഈ എ ബി ആക്സിസ് ഇവിടം തൊട്ട് ഇവിടം വരെ ഉള്ളത്, അതായത് അതിന്റെ സെന്റർ ഓഫ് മാസ് തൊട്ട് ആക്സിസ് വരെയുള്ള ഡിസ്റ്റൻസ് എ ആണെന്ന് വെച്ചു. മനസ്സിലായല്ലോ? ആക്സിസ് തൊട്ട് സെന്റർ ഓഫ് മാസ് വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? എ ആണ്. അപ്പം കൺസിഡർ എ ബോഡി ഓഫ് മാസ് എം. ഇറ്റ് ഈസ് റൊട്ടേറ്റിംഗ് ഇൻ എ ബി ആക്സിസ്. കണ്ടോ? എ ബി ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യുന്നു. Distance between the center of mass of the body and the AB axis is A. ആക്സിസും സെന്റർ ഓഫ് മാസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ. ഇനി നോക്കിയേ, എ ബി ആക്സിസിന് പാരലൽ ആയിട്ട് വേറൊരു ആക്സിസ് ഞാൻ കൺസിഡർ ചെയ്യുന്നു. കണ്ടോ? എ ബി ആക്സിസ് കണ്ടോ? എ ബി ആക്സിസിന് പാരലൽ ആയിട്ട് വേറൊരു ആക്സിസ് ഞാൻ കൺസിഡർ ചെയ്യുന്നു. കണ്ടോ? ഇതാണ് ആ ആക്സിസ്. സി എം, സി ഡി എന്ന് കൊടുക്കാം. സി ടി അല്ലെങ്കിൽ സി എം എന്ന് കൊടുക്കാം. സെന്റർ ഓഫ് മാസിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ടാണേ. അപ്പൊ നോക്കിയേ, സി എം എന്ന് പറഞ്ഞ വേറൊരു ആക്സിസ്. ഇതിന്റെ പ്രത്യേകത എന്നതാ? എ ബി ആക്സിസും സി എം ആക്സിസും എന്താണ്? പാരലൽ അല്ലെ? എ ബി ഇസ് പാരലൽ ടു സി എം ആണ്. ഓർത്തോണം. കൺസിഡർ എ ബോഡി ഓഫ് മാസ് എം. ഒരു ബോഡി കൺസിഡർ ചെയ്തു. അതിന്റെ മാസ് എത്രയാണ്? എം ആണ്. അതിനുശേഷം ഒരു ആക്സിസ് കൺസിഡർ ചെയ്തു. ആ ആക്സിസ് എത്രയാ? മാറി. എ ഡിസ്റ്റൻസ് മാറി. എന്താണ്? എ ബി ആക്സിസ് ആണ്. അതിന് പാരലൽ ആയിട്ട് സെന്റർ ഓഫ് മാസിൽ കൂടെ കടന്നു പോകുന്നു. സെന്റർ ഓഫ് മാസിൽ കൂടെ കടന്നു പോകുന്ന ഒരു ആക്സിസ് ഉണ്ട്. ആ ആക്സിസ് ആണ് എന്ത്? സി എം. ഇനി ഈ സി എമ്മിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറഞ്ഞാൽ നമുക്ക് ഐ സി എം എടുക്കാം. മൊമെന്റ് ഓഫ് ഇനർഷ്യ ഐ അല്ലേ? അപ്പൊ ഈ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് അബൌട്ട് എ ബോഡി
ഏതാ ത്രൂ ICM. അതായത് CM എന്ന് പറയുന്ന ആക്സിസിലൂടെയുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറഞ്ഞാൽ എത്രയാക്കി എടുത്തു? ICM. ഇനി എനിക്ക് വേണ്ട എന്നതാ AB-യുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പം ഓർത്തോണം എങ്ങനെയാണ് മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എബൌട്ട് എ ബോഡി കണ്ടുപിടിക്കാൻ പോകുന്നത്. AB വെച്ചിട്ടാണ്. IAB ആണെങ്കിൽ നമുക്ക് ICM അറിയാം, സെന്റർ ഓഫ് മാസ് ഓഫ് ദ ബോഡി വെച്ചിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ അറിയാം. ICM എന്നാണെങ്കിൽ അതും പിന്നെ ഏതാ ഈ ബോഡിയുടെ മാസും പിന്നെ ഏതാ ഈ ഡിസ്റ്റൻസ് A അതിന്റെ സ്ക്വയറും കൂടെ ആഡ് ചെയ്യണം. അപ്പൊ മനസ്സിലായല്ലോ, ഇതാണ് നമ്മുടെ പാരലൽ ആക്സിസ് തിയറം പറയുന്നത്. പാരലൽ ആക്സിസ് തിയറം എന്ന് പറയുന്നത് എന്താണ്? കൺസിഡർ എ ബോഡി ഓഫ് മാസ് M, എന്താണ് പിന്നെന്താ A ഡിസ്റ്റൻസ് മാറി ഒരു ആക്സിസ് കൺസിഡർ ചെയ്യുന്നു, അതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ IAB എന്ന് കൊടുക്കുകയാണ്. അതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എത്രയാണ്? IAB. നമുക്ക് ഈ IAB ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ അതിനു വേണ്ടി പാരലലായിട്ട് വേറൊരു മൊമെന്റ് ഓഫ് ഇനർഷ്യ ഉണ്ട് അല്ലെ, അത് ഏതാ സെന്റർ ഓഫ് മാസിൽ കൂടെ പോകുന്നു, അതാണ് എത്ര? ICM. അപ്പൊ ഇത് രണ്ടും അറിയാമെങ്കിൽ നമ്മൾ എങ്ങനെയാണ് IM കണ്ടുപിടിക്കുന്നത്? IM ഇസ് ദ സം എന്ന് പറഞ്ഞാൽ എന്നാ പ്ലസ് അല്ലെ, ഏതൊക്കെ തമ്മിലുള്ള സമ്മ? ICM അതിന്റെ സെന്റർ ഓഫ് മാസിൽ കൂടെ പാസ് ചെയ്യുന്ന ആക്സിസിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യയും പിന്നെ ഏതാ മാസ് ഓഫ് ദ ബോഡിയും അതേപോലെ തന്നെ ഡിസ്റ്റൻസിന്റെ സ്ക്വയറും തമ്മിലുള്ള പ്രോഡക്റ്റ്. ഇത് തമ്മിൽ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. ഇതാണ് എന്ത്? പാരലൽ ആക്സിസ് തിയറം. ഇനി നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം? ഡെഫിനിഷൻ എന്താണെന്ന് കൂടെ ഒന്ന് നോക്കാം. നോക്കിയേ, ഇതാണ് നമ്മുടെ പാരലൽ ആക്സിസ് തിയറത്തിന്റെ എന്ത് ഡെഫിനിഷൻ. ഈ ഡെഫിനിഷൻ പഠിച്ചു വെച്ചോ, ചോദിക്കാം. ഇതാണ് എന്ത്? പാരലൽ ആക്സിസ് തിയറം. പാരലൽ ആക്സിസ് തിയറത്തിന്റെ എന്താണ് ഡെഫിനിഷൻ അല്ലെങ്കിൽ എന്താണ് സ്റ്റേറ്റ്മെന്റ്? നോക്കൂ, എന്താ പറയുന്നത്? The moment of inertia of a body about an axis is equal to the sum of moment of inertia of body about a parallel axis passing through the center of mass and the square of the distance between. നമ്മൾ പറഞ്ഞതുപോലെ തന്നെയല്ലേ? എന്താണ് ചോദിച്ചിരിക്കുന്നത്? നമ്മൾ ഒന്നുകൂടെ ആ പടം വരയ്ക്കാം. നോക്കിയേ, ആ പടത്തിനകത്ത് എന്തായിരുന്നു? ഒരു ബോഡി ഉണ്ട്, മാസ് എത്രയാണ്? M ആണ്. ഇതിന്റെ സെന്റർ ഓഫ് മാസ് ഇവിടെയാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ആദ്യമേ ഒരു ആക്സിസ് കൺസിഡർ ചെയ്തു, AB എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ് കണ്ടുപിടിക്കേണ്ടത്. IAB എന്ന് പറയുന്നത് ഇത് നമ്മളുടെ ഡിസ്റ്റൻസ് എത്രയാണ്? A ആണ്. ഇതിന് പാരലൽ ആയിട്ട് സെന്റർ ഓഫ് മാസിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു എന്ത് കണ്ടുപിടിച്ചു? ഒരു ആക്സിസ് എടുത്തു, അതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ICM. നോക്കിയേ, ഇതാണ് പറയുന്നത്. ഇനി നോക്കിയേ, മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ ബോഡി എബൌട്ട് ആൻ ആക്സിസ്. ഇപ്പൊ ഇവിടെ ഏത് ആക്സിസ് AB എന്ന് പറയുന്ന ആക്സിസ്. അപ്പൊ നോക്കിയേ, മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ ബോഡി, മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറഞ്ഞാൽ I ഓഫ് എ ബോഡി എബൌട്ട് ആൻ ആക്സിസ്. ഇവിടെ ഏത് ആക്സിസാ? AB അല്ലെ? ഈസ് ഈക്വൽ ടു ഞാനും ഈക്വൽ ടു സം ഓഫ്. അപ്പൊ സം ഓഫ് എന്ന് പറഞ്ഞാൽ ഒരു പ്ലസ് ഇടണം. എന്താ? സം ഓഫ് മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ബോഡി. സം ഓഫ് മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറഞ്ഞാൽ ഒരു I വരുന്നുണ്ട്. എബൌട്ട് എ പാരലൽ ആക്സിസ്. ഇവിടുത്തെ പാരലൽ ആക്സിസ് ഏതാ? CM. ആൻഡ് പാസിംഗ് ത്രൂ ദ സെന്റർ ഓഫ് മാസ് അല്ലെ, സെന്റർ ഓഫ് മാസിൽ കൂടെ പാസ് ചെയ്യുന്നു. ആൻഡ് ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ആക്സിസ്. മാസ് ആൻഡ് ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ. മാസും അതിന്റെ ഡിസ്റ്റൻസും തമ്മിലുള്ള സ്ക്വയർ, അതിന്റെ രണ്ടിനോടെ പ്രോഡക്റ്റ്. കണ്ടോ? A എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാരലൽ ആക്സിസ് അല്ലേ, AB-യും CM-ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ്. അപ്പൊ നോക്കി ഒന്നുകൂടെ, ദ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ ബോഡി IAB is equal to എന്താണ്? സം ഓഫ് മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ ബോഡി എബൌട്ട് എ പാരലൽ ആക്സിസ് പാസിംഗ് ത്രൂ ദ സെന്റർ ഓഫ് മാസ് അല്ലെ. സെന്റർ ഓഫ് മാസിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു ബോഡിയുടെ എന്താണ് മൊമെന്റ് ഓഫ് ഇനർഷ്യയും അതേപോലെ എന്നതാ ഏതൊക്കെ തമ്മിലുള്ള സമ്മ? മാസ് ഓഫ് ദ ബോഡിയും സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ തമ്മിലുള്ള സ്ക്വയർ. അതിന്റെ ഇത് രണ്ടും കൂടെ എന്താണ്? സം. അതാണ് എന്ത്? പാരലൽ ആക്സിസ് തിയറം പറയുന്നത്. ഇനി ഇത് ഒരു ക്വസ്റ്റ്യൻ ഇതാ, എങ്ങനെയാണ് എന്താണ് പാരലൽ ആക്സിസ് തിയറം എന്ന് ചോദിക്കാം. ഇനി ഇതിനകത്ത് നിന്ന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ദ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ ബോഡി പാസിംഗ് ത്രൂ ദ ടാൻജന്റ് അല്ലെങ്കിൽ അബൌട്ട് ദ ടാൻജന്റ്. ടാൻജന്റ് കണ്ടാലേ ഓർത്തോണം ഏതാ? ടാൻജന്റ് കണ്ടാലേ ഓർത്തോണം അത് ഏതാ തിയറം? ടാൻജന്റ് കണ്ടാലേ ഓർത്തോണം അത് ഏത് തിയറം ആയിരിക്കും? നമ്മുടെ പാരലൽ ആക്സിസ് തിയറമാണ്. മനസ്സിലായല്ലോ? ടാൻജന്റ് എന്നുള്ള ഒരു വേർഡ് കണ്ടാലേ ഓർത്തോണം അത് ഏത് തിയറം ആയിരിക്കും? പാരലൽ ആക്സിസ് തിയറം. നോക്കിയേ, നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. നമ്മുടെ ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിട്ടുള്ള അതേ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നോക്കിയേ, എന്താണ് ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിട്ടുള്ള ആ ക്വസ്റ്റ്യൻ? നോക്കിയേ, ഞാൻ എഴുതുവാണ്. വാട്ട് ഈസ് ദ മൊമെന്റ് ഓഫ് ഇനർഷ്യ? M ചെയ്ത് കൊടുക്കുകയാണ്. മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ റിംഗ് about a tangent to the circle of the ring. About a tangent to the circle of ring. അപ്പം ഇത് ടാൻജന്റിലൂടെ പോകുന്ന ഒരു ബോഡി ഉണ്ട്, റിങ്ങിന്റെ ടാൻജന്റ് എബൌട്ട് ദ ടാൻജന്റ് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കണം. അപ്പൊ എന്തുണ്ട്? ഒരു റിങ് കൺസിഡർ ചെയ്തു. ഉണ്ടല്ലോ, എന്ത് ചെയ്തു? ഒരു
റിങ് കൺസിഡർ ചെയ്തു അല്ലെ. എക്സാക്ട്ലി ഒരു റിങ് അല്ല, ജസ്റ്റ് ഒരു റിങ് ഞാൻ കൺസിഡർ ചെയ്തു. ഇതിന്റെ എന്താ അറിയാം, ടാൻജന്റ് ഇതിന്റെ ഈ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണ് കാണുന്നത്. ടാൻജന്റ് എന്ന് പറഞ്ഞാൽ ഒരു ബോഡിയിൽ മാത്രം ടച്ച് ചെയ്ത് വരയ്ക്കുന്ന ലൈനാണ്. അപ്പം ഇതാണ് നമ്മൾ ICM എന്ന് എടുത്തെന്ന് വെച്ചു അല്ല, ഇത് ICM അല്ല, നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. നമുക്ക് വേണമെങ്കിൽ ഇതിനെ IAB എന്ന് വിളിക്കാം. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് ഇതിന് പാരലായിട്ടുള്ള എന്തറിയണം, ഇതിന്റെ സെന്ററിൽ കൂടെ പാസ് ചെയ്യുന്നത്. കണ്ടോ, ഇത് റിംഗ് ആണേ, ഇതിന്റെ സെന്ററിൽ കൂടെ പാസ് ചെയ്യും. സെന്റർ എന്ന് പറഞ്ഞാൽ എന്താ, ഡയമീറ്റർ എന്ന് പറയാലോ അല്ലെ. സെന്ററിൽ കൂടെ പാസ് ചെയ്യുന്ന പറഞ്ഞാൽ ആ ലൈനെ വിളിക്കുന്ന പേരാണ് ഡയമീറ്റർ. നമുക്ക് ഡയമീറ്ററിന്റെ ആദ്യം മൊമെന്റ് ഓഫ് ഇനേർഷ്യ അറിയണം. അതിനുവേണ്ടി നമ്മുടെ ഫോക്കസ് ഏരിയയിൽ നോക്കിയാൽ മതി, അല്ലെങ്കിൽ ഓർത്ത് വെച്ചോണം. എന്താണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ റിംഗ് എബൌട്ട് ഡയമീറ്റർ. ഡയമീറ്റർ ഇതൊന്ന് ഓർത്ത് വെച്ചേക്കണം. റിംഗിന്റെ എബൌട്ട് എന്താണ്, ഡയമീറ്റർ ഒന്ന് ഓർത്ത് വെച്ചേക്കണം. അത് എത്രയാണ്, mr²/2 ആണ്. ഇതേതാ, ത്രൂ എ ഡയമീറ്റർ. കണ്ടോ, ഈ ഡയമീറ്ററിൽ കൂടെ പോകുന്നത് ഇതാണ് നമ്മൾ CM എന്ന് വിളിക്കാം. അപ്പൊ ഈ ICM എന്ന് പറഞ്ഞാൽ എന്തിനോട് ഈക്വലാ, mr²/2 ആണ്. പക്ഷെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അതാണോ, നമ്മളോട് ചോദിച്ചിരിക്കുന്ന ടാൻജന്റാ ഇതല്ലേ, IAB. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ, മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് റിംഗ് എന്താണ്, എബൌട്ട് ടാൻജന്റ്. ടാൻജന്റിൽ കൂടെ പോകുന്നതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ടാൻജന്റ്. അപ്പൊ ഞാൻ എന്ത് വിളിക്കും, IAB എന്ന് വിളിക്കും. അപ്പൊ IAB കാണാനുള്ള ഇക്വേഷൻ നേരത്തെ എഴുതിയായിരുന്നല്ലോ, പാരലൽ ആക്സിസ് തിയറം വെച്ച്. ICM പ്ലസ് എന്താണ്, MA². എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ്. ഇവിടെ ഏതാ, ഇത് റേഡിയസ് തന്നെയല്ലേ, അപ്പൊ R എന്ന് എടുക്കാം. MR², MA² എന്ന് വിളിക്കാം. പക്ഷെ ഇവിടുത്തെ ഡിസ്റ്റൻസ് എത്രയാ, റേഡിയസ് ആണ്. ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് R ആണ്, MR². ICM എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പൊ എഴുതിയായിരുന്നു, ഏതാ, mr²/2 പ്ലസ് എന്താ, mr². ഇത് നമ്മൾ ആഡ് ചെയ്താൽ പോരെ, ഇങ്ങനെ ക്രോസ് ചെയ്തേ. 1 × mr² പ്ലസ് എത്രയാ, 2 × mr² എത്രയാ, 2mr² ഡിവൈഡഡ് ബൈ 1 × 2 2. അപ്പൊ 1mr² പ്ലസ് 2mr² എത്ര കിട്ടും, 3mr²/2. ഇതാണ് ഏതിന്റെ, ടാൻജന്റിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എബൌട്ട് ടാൻജന്റ്. മൊമെന്റ് ഓഫ് ഇനേർഷ്യ എബൌട്ട് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ റിംഗ് എബൌട്ട് ടാൻജന്റ്. മനസ്സിലായല്ലോ, റിംഗ് എബൌട്ട് ടാൻജന്റ്. അതാണ് ഏത് നമ്മളിപ്പോ കണ്ടുപിടിച്ചത്, 3mr². ആദ്യമേ നമ്മുടെ ഡയമീറ്ററിന്റെ എടുത്തു. ഡയമീറ്ററിന്റെ എത്രയാണ്, mr²/2 ആണ്. ഇത് mr²/2 എന്തിനോട് ആഡ് ചെയ്തു, നമ്മുടെ MA². അതിന് പകരം MA യുടെ സ്ഥാനത്ത് എത്രയാണ്, mr². ഇതാണ് ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. 1 × mr² പ്ലസ് 2 × mr². 2mr² പ്ലസ് mr². ഇത്ര കിട്ടി, ഇപ്പൊ നമുക്ക് കിട്ടിയായിരുന്നു 3mr²/2. ഇതാണ് പാരലൽ ആക്സിസ് തിയറം വെച്ച് വരാവുന്ന ക്വസ്റ്റ്യൻ. മിക്കവാറും ഈ ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കും ചോദിക്കുന്നത്. കാരണം എന്നതാ, ഫോക്കസ് ഏരിയ ആയതുകൊണ്ട് ഇത് മാത്രമേ ഉള്ളൂ നമുക്ക് സ്പെഷ്യൽ ആയിട്ട് എടുത്ത് പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് മിക്കവാറും ഈ ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കും ചോദിക്കുന്നത്. ഇനി നേരത്തെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം എന്ത് ചെയ്യാം, ഞാൻ അടുത്ത വീഡിയോയിൽ എന്ത് ചെയ്യും, നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇനി നമുക്ക് അടുത്ത പഠിക്കാൻ വേണ്ടി പോകുന്നത് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. ഇതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്താണ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം പാരലൽ ആക്സിസ് തിയറം പോലെ തന്നെ എന്താണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരെണ്ണമാണ്. ശ്രദ്ധിച്ചോ, എന്താ പറയുന്നത്, സിമ്പിൾ ഡെഫിനിഷൻ ആണ്. വലിയ വേറൊരു ഡെഫിനിഷൻ ഉണ്ട്, പക്ഷെ ഞാൻ അത് പഠിപ്പിക്കുന്നില്ല. അതിനെക്കാട്ടി എളുപ്പമായിട്ടുള്ള ഡെഫിനിഷൻ ഇതാ, മൊമെന്റ് ഓഫ് ഇനേർഷ്യ എബൌട്ട് ദ Z ആക്സിസ്. Z ആക്സിസിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആയിരിക്കും, സം ഓഫ് ദ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എബൌട്ട് X and Y ആക്സിസ്. ഇവിടെ സം ഒന്നും കൂടെ ഉണ്ട്, ഈക്വൽ ടു എന്താണ്, സം ഓഫ് എന്നും കൂടെ ഉണ്ട്. ഓക്കെ, അപ്പൊ നോക്കിയേ, moment of inertia about the Z axis is equal to the sum of moment of inertia about X and Y axis lying in the same plane of the body. എന്താന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾ ആദ്യമേ എന്ത് ചെയ്യുന്നു, നേരത്തെ കൺസിഡർ ചെയ്ത പോലെ എന്ത് ചെയ്യുന്നു, ഒരു പ്ലെയിൻ ബോഡി കൺസിഡർ ചെയ്യുന്നു അല്ലെ, അല്ലെങ്കിൽ ഒരു റിജിഡ് ബോഡി കൺസിഡർ ചെയ്യുന്നു. ഇതിന് 3 ആക്സിസ് ഉണ്ട്. ഇതിന്റെ Y ആക്സിസ് ആക്കി എടുക്കുന്നു, ഇതിന്റെ എന്താണ് X ആക്സിസ് ആക്കി എടുക്കുന്നു, ഇതെന്താണ് Z ആക്സിസ് ആക്കി എടുക്കുന്നു. X Y Z. X, Y, Z ഇതിന്റെ മൂന്നിനെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ these three are mutually perpendicular. These three are എന്താണ്, mutually perpendicular. ഈ മൂന്ന് എന്താണ്, mutually perpendicular. അതായത് ഇത് തമ്മിലുള്ള ആംഗിൾ എത്രയാണ്, 90 ഡിഗ്രി ആണ്. നോക്കിയേ, X, Y, Z 3 ആക്സിസ് ഉണ്ട്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്നതാ, Z ആക്സിസിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ. അപ്പൊ X ആക്സിസ് ആണെങ്കിൽ അങ്ങോട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ എത്രയായിരിക്കും, IX എന്നായിരിക്കും. Y ആക്സിസ് ആണെങ്കിൽ അങ്ങോട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ എത്രയായിരിക്കും, IY. Z ആക്സിസ് ആണെങ്കിൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എത്രയായിരിക്കും, IZ. ഈ IZ കണ്ടുപിടിക്കാനുള്ള ഫോർമുല ആണ് പറയുന്നത്, മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ദ Z ആക്സിസ്. മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ദ Z ആക്സിസ്. അപ്പോൾ IZ is equal to sum of എന്ന് പറഞ്ഞാൽ പ്ലസ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് X ആൻഡ് Y ആക്സിസ്. മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് X ആൻഡ് Y ആക്സിസ്. കണ്ടോ, അപ്പോൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് Z ആക്സിസ് എന്ന് പറഞ്ഞാൽ സം ഓഫ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് X ആൻഡ് Y ആക്സിസ്. എക്സും വൈയും കൂടെ എന്ത് ചെയ്യുക, കൂട്ടുക. അതാണ് എന്ത്, പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം പറയുന്നത്. സിമ്പിൾ അല്ലേ, IZ ചോദിച്ചാൽ എന്താണ്, IX പ്ലസ് IY. ഇതാണ് എന്ത്, മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട്
എക്സ് ആൻഡ് വൈ ആക്സിസ്. സംഭവം സിമ്പിൾ ആയല്ലോ. ഇനി ഇതിനകത്ത് നിന്ന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്? അപ്പൊ ഒന്നുകൂടെ ഡെഫിനിഷൻ പറയാം. എന്താണ് എല്ലാവരും ഒന്ന് പറഞ്ഞേ? മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് ഇസഡ് ആക്സിസ് ഈസ് ഈക്വൽ ടു ദ സം ഓഫ് മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് എന്താണ് എക്സ് ആൻഡ് വൈ ആക്സിസ് ലൈങ് ഇൻ ദ സെയിം പ്ലെയിൻ ഓഫ് ദ ബോഡി. കണ്ടോ, ഇതെല്ലാം ഒരേ പ്ലെയിനിൽ തന്നെയല്ലേ? കണ്ടോ, ഒരേ സർഫസിൽ തന്നെയാണ് എന്ത് എക്സും വൈയും ഇസഡും. മനസ്സിലായല്ലോ? എക്സ് വൈ പ്ലെയിൻ എന്ന് കൺസിഡർ ചെയ്താൽ മതി. എക്സ് വൈ പ്ലെയിനിലാണ് ഏത് വരുന്നത്? ഇസഡ് വരുന്നത്. അങ്ങനെ ഓർത്തിട്ടാണ്. ഇനി നമുക്ക് ഇതിനകത്ത് നിന്ന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്ന് നോക്കാം. നമ്മൾ പറഞ്ഞായിരുന്നു പാരലൽ ആക്സിസ് തിയറം ആണെങ്കിൽ ഏതാ? പാരലൽ ആക്സിസ് തിയറം ആണെങ്കിൽ ടാൻജന്റ് വെച്ചാണ് ചോദിക്കുന്നത് എന്ന് പറയും. അപ്പം പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം ആണെങ്കിൽ നമുക്ക് എങ്ങനെയാ ചോദിക്കുന്നത് നോക്കാം. നോക്കിയേ ക്വസ്റ്റ്യൻ, നമ്മുടെ ഫോക്കസ് ഏരിയ പറഞ്ഞിട്ടുള്ള അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കിയേ, വാട്ട് ഈസ് ദ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ഡിസ്ക്? വാട്ട് ഈസ് ദ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ഡിസ്ക്? എന്താണ്? about one of its diameter. എന്താണ് പറയുന്നത്? about its one of its diameter. Diameter വഴി എങ്ങനെയാണ് ഇതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ? മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ഡിസ്ക് ഓഫ് എന്താണ്? about one of its diameter. One of its diameter. Diameter വെച്ചിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. What is the moment of inertia of disk about one of its diameter? അപ്പൊ ഡയമീറ്റർ എന്ന് കണ്ടാലേ ഓർത്തോണം ഏതാ സംഭവം? നമ്മുടെ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. അപ്പൊ ഡിസ്ക്, അപ്പൊ നമ്മളൊരു ഡിസ്ക് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? ഒരു ഡിസ്ക് കൺസിഡർ ചെയ്യണം. ഡിസ്കിന്റെ ഇവിടെ പോകുന്ന ഏതാ? ഡയമീറ്റർ വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം എക്സ്, കാരണം ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ സെന്ററിൽ കൂടെ പാസ് ചെയ്താൽ മതി. ഇനി നമുക്ക് ഇതിന്റെ പെർപെൻഡിക്കുലർ ആക്സിസ് അറിയാം. പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ ഇതാ അല്ലെ? പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ ഒന്നല്ല, നമുക്ക് മൂന്നെണ്ണം ഉണ്ട് അല്ലെ? എക്സ് ഉണ്ട്, വൈ ഉണ്ട്, ഇസഡ് ഉണ്ട്. ഇതിനെ നമ്മൾ എന്ത് വിളിച്ചു? വൈ. ഇതിനെ എക്സ് എന്ന് വിളിച്ചു. ഇതെന്താ? ഇസഡ്. അറിയാലോ, നമ്മളോട് ചോദിച്ചിരിക്കുന്നതിനാ അബൌട്ട് ഇറ്റ്സ് ഡയമീറ്റർ, വൺ ഓഫ് ഇറ്റ്സ് ഡയമീറ്റർ. ഡയമീറ്റർ എന്ന് ചോദിച്ചാൽ എന്താ? എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ? പെർപെൻഡിക്കുലർ ആക്സിസ് തന്നിട്ടുണ്ട്. പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ എന്താ? വൈ അല്ലെ? അല്ലെങ്കിൽ ഇസഡ്. നമ്മൾ നേരത്തെ എടുത്ത ഇസഡ് അല്ലേ? ഇസഡിന്റെ വെച്ച് നമുക്ക് പഠിക്കാം. ഇസഡ് തന്നിട്ടുണ്ട്. എന്നിട്ട് എന്താ ചോദിച്ചിരിക്കുന്നത്? എക്സും വൈയും ആണ് കണ്ടുപിടിക്കാനായിട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം അറിയേണ്ടത് മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ഡിസ്ക്. പെർപെൻഡിക്കുലർ ആക്സിസിന്റെ വെച്ചാണ് ചെയ്യേണ്ടത്. എന്തുകൊണ്ടാ? ഡയമീറ്റർ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ഡിസ്ക് എബൌട്ട് ഏതാ? ആദ്യമേ പെർപെൻഡിക്കുലർ ആക്സിസ് അറിയണം ഡിസ്കിന്റെ. അത് ആ ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. എത്രയാണ്? mr²/2 അല്ലെ? നമ്മളെ ഫോക്കസ് ഏരിയയിൽ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ആ ടേബിളിൽ കൊടുത്തിട്ടുണ്ട് mr²/2. ഇതാണ് എന്ത്? പെർപെൻഡിക്കുലർ ആക്സിസ് ഐ ഇസഡ്. ഐ ഇസഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? mr²/2 ആണ്. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന എക്സും വൈയും കാണാൻ. അതല്ലേ ഡയമീറ്റേഴ്സ്? കണ്ടോ, എക്സും വൈയും. ഇസഡ് ഡയമീറ്റർ ആണോ? അല്ല, എക്സും വൈയും ആണ് കാണേണ്ടത്. അപ്പൊ നമുക്കറിയാം ഐ ഇസഡ് എന്ന് പറഞ്ഞാൽ എന്തിനോട് ഈക്വലാ? ix പ്ലസ് iy ആണ് അല്ലെ? ix പ്ലസ് iy. ഐ ഇസഡ് എന്ന് പറഞ്ഞാൽ എത്രയാ? mr²/2. നോക്കിയേ, ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് സിമ്മട്രിയാ. അതായത് ഡിസ്കിന്റെ നമുക്കറിയാം, ഡിസ്കിന്റെ സെന്ററിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ ഡിസ്റ്റൻസ് അല്ലേ? സാധാരണ ഒരു സി ഡി കണ്ടിട്ടില്ലേ? ആ സി ഡിയുടെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ്? ഒരേ ഡിസ്റ്റൻസ്. ഇവിടെ 6 ആണെങ്കിൽ ഇവിടെ എത്ര തന്നെയായിരിക്കും? 6 തന്നെയായിരിക്കും. ഇങ്ങോട്ടെല്ലാം എന്തായിരിക്കും? 6 ഡിസ്റ്റൻസ്. അപ്പൊ നമുക്ക് ഈ ixും iy ഈക്വൽ ആയതുകൊണ്ട്, സിമ്മട്രി ആയതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? ix ഈക്വൽ ടു iy. അപ്പൊ ഇവിടെ എന്ത് എഴുതാം? ix പ്ലസ് iy ആണ്. വീണ്ടും iy വരെ ഞാൻ എന്ത് കൊടുത്തു? ix എന്ന് കൊടുത്തു. അപ്പൊ എന്ത് കിട്ടും? ഇതിന്റെ അകത്തുനിന്ന് mr²/2 is equal to 2 ix ഉണ്ട്. 2 times ix. ഇതിനകത്ത് നിന്ന് ix എന്ന് പറഞ്ഞാൽ എന്ത് വരും? ix എന്ന് പറഞ്ഞാൽ ഈ 2നെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ പോരെ? ഓക്കെ, ഈ 2നെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോ എന്താവും? അത് എത്ര വരും? ഇവിടെ mr²/2 എന്നാണ് കിടക്കുന്നത്. 2 ഇങ്ങോട്ട് വരുമ്പോ എന്താവും? mr²/2 into 2 4. ഇതാണ് നമ്മുടെ ഏത്? about diameter of a disk. അപ്പൊ മൊമെന്റ് ഓഫ് ഇനർഷ്യ I about a disk. കേട്ടോ, ഡിസ്കിന്റെ about എങ്ങോട്ടാ? ഡയമീറ്റർ. മനസ്സിലായല്ലോ? about ഡയമീറ്റർ. അത് ചോദിച്ചാൽ എന്ത് ചെയ്യണം? പെർപെൻഡിക്കുലർ ആക്സിസ് അപ്ലൈ ചെയ്യണം. അത് എത്ര കിട്ടി? ixും iy ഈക്വൽ ആണ്. അത് എത്രയാണ്? mr²/4. മനസ്സിലായല്ലോ? ഒന്നുകൂടെ ശ്രദ്ധിച്ചേ. ഡിസ്ക് നമ്മൾ ആദ്യമേ about ഡയമീറ്റർ ആണ് മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ അതിനുവേണ്ടി ആദ്യം പെർപെൻഡിക്കുലർ ആക്സിസ് എടുത്തു. പെർപെൻഡിക്കുലറിന്റെ എത്രയാണ്? ഇസഡ് ആക്സിസ് ആണ്. അത് നമുക്ക് ഓൾറെഡി അറിഞ്ഞിരിക്കണം. എത്രയാണ്? mr²/2. ആ ടേബിൾ കാണാൻ പഠിച്ചു വെച്ചോളാം. ഇത് നോക്കി, നമുക്കറിയാം പെർപെൻഡിക്കുലർ ആക്സിസ് ആയതുകൊണ്ട് iz ഈക്വൽ ടു എന്താണ്? ix പ്ലസ് iy ആണ്. iz എന്ന് പറഞ്ഞാൽ എന്താ? mr²/2. ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ixും iy ഈക്വലാ. എന്തുകൊണ്ടാണ്? ഇത് സെയിം ആക്സിസ് ആയതുകൊണ്ട് അല്ലെ? സിമ്മട്രി ആയതുകൊണ്ട് എന്താണ്? ixും iy ഈക്വൽ ആണ്. അപ്പൊ iy വരെ ഞാൻ എന്ത് കൊടുത്തു? ix എന്ന് കൊടുത്തു. അപ്പൊ 2 ix ഉണ്ട്. ix പ്ലസ് ix 2ix അല്ലെ? 2ix which is equal to mr²/2. ഈ 2 ഇങ്ങോട്ട് വരും, mr²/4. ഇതാണ് എന്ത്? പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. അതിൽ നിന്ന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ. മനസ്സിലായല്ലോ?
നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ തിയറിയും കഴിഞ്ഞു. 95% തിയറി ഞാൻ ഇതിനകത്ത് പഠിപ്പിച്ചു. കുറച്ച് വാക്കുകൾ 5% ഉണ്ട്, അത് നമുക്ക് ആവശ്യമില്ലാത്ത, അതൊന്നും പരീക്ഷയ്ക്ക് ചോദിക്കത്തില്ല. ഇതിനകത്ത് ഞാൻ പഠിപ്പിക്കാൻ നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു കുറെ എണ്ണം നമുക്ക് ആവശ്യമുണ്ട്, കുറെ എണ്ണം ആവശ്യമില്ല. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഞാൻ എടുത്തു പറഞ്ഞിട്ടുണ്ട് അല്ലെ. അവസാനം പഠിച്ച 2 തിയറങ്ങളും അതിന്റെ പ്രോബ്ലംസും ഇത് തന്നെ പഠിച്ചു വെക്കുക കേട്ടോ. വേറെയും ചോദിക്കാം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യും, ഞാൻ വീണ്ടും ഒരു പാർട്ട് 2 കൂടെ ഇറക്കും. പാർട്ട് 2 എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ. അപ്പം ഇത് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കും കേട്ടല്ലോ. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, വീഡിയോ ഫുള്ള് ഒരെണ്ണം പോലും സ്കിപ്പ് ചെയ്യാതെ എന്ത് ചെയ്യുക, ഫുള്ള് കാണുക. കാരണം ഇത് ഒരു ടഫ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. അത് നമ്മൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഈ വീഡിയോ കണ്ടാൽ മതി. എത്ര മണിക്കൂർ എടുക്കും, ഒരു 3/4 മണിക്കൂർ അല്ലെങ്കിൽ 30 മിനിറ്റിന് മേളിലുള്ള ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടാൽ മാത്രം മതി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിമ്പിൾ ആക്കി എടുക്കാനായിട്ട് പറ്റും. നന്നായിട്ട് പഠിക്കുക. ഇനി ഞാൻ ഇതിന്റെ പാർട്ട് 2 ആയിട്ട് വരാം. ഓക്കെ, പാർട്ട് 2 നമ്മൾ എന്തായിരിക്കും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഇച്ചിരി ഐഡിയ കിട്ടും ഏതൊക്കെ രീതിയിലുള്ള ക്വസ്റ്റ്യൻ. ഞാൻ ഇപ്പോൾ ഓൾറെഡി പറഞ്ഞു എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുക, ഈ ചാപ്റ്റർ പാർട്ട് 2 ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യുക, ഉടനെ 2 ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ ഇതിന്റെ പാർട്ട് 2 ഇടും. അതുകൊണ്ട് എന്ത് ചെയ്യുക, വൃത്തിക്ക് പാർട്ട് 1 മനസ്സിലാക്കി തന്നെ പഠിക്കുക. ഓക്കെ, അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, പാർട്ട് 2 ആയിട്ട് വരാം. അതുവരേക്കും ബൈ. എല്ലാവരും എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.